بسم الله الرحمن الرحيم. ഹിജ്റ 300 വഫാത്തായ അബൂ സുലൈമാനുൽ ഖത്താബിയുടെ ശഗ്നത്തുവ എന്ന കിതാബിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ഫഖ്റുദ്ദീൻ റാസി പറയുകയാണ് വഹഖീഖത്തു ദുആഇ. കേട്ടോ, മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ളത് എന്നല്ല, പഠിച്ചു വെച്ചോ എന്താ ദുആ എന്ന്. വഹഖീഖത്തു ദുആഇ, ദുആഇന്റെ നിർവചനം ഇസ്തിദ്ആഉൽ അബ്ദി റബ്ബഹു അൽ മഊനത. പഠിച്ചോ മുജാഹിദേ, ഇസ്തിദ്ആഉൽ അബ്ദി റബ്ബഹു, ഒരടിമ അവന്റെ ഉടമയോട്, അവന്റെ റബ്ബിനോട്, അവന്റെ ഇലാഹിനോട്, അവന്റെ ദൈവത്തോട് ചോദിക്കലാണ്. അൽ മഊനത, ഏത് സഹായം തേടിയാലും അത് പ്രാർത്ഥനയാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ. പഠിച്ചു വെച്ചോളൂ, ഒരബ്ദ്, ഒരടിമ അവന്റെ ദൈവത്തോട് നടത്തുന്ന ചോദ്യം, അതിനായി ഇസ്ലാമിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ മുഹിയുദ്ദീൻ ശൈഖിനോട് ഒരു കാര്യം ചോദിക്കുന്നു, എന്റെ മനസ്സിലുള്ളത് ശൈഖ് ജീലാനി റബ്ബാണെന്നാണോ, ദൈവമാണെന്നാണോ, ദൈവത്തിന്റെ കഴിവുള്ള ആളാണെന്നാണോ? പാടില്ല, പാടില്ല. അത് ജീവിച്ചിരിക്കുന്ന മുഹമ്മദ് ഖനോടും പാടില്ല, സത്യസായിബാബനോടും പാടില്ല. എന്തുകൊണ്ട്? ഇസ്ലാമിന്റെ ആശയമാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട്? ലാ തദ്ഉ മഅല്ലാഹി അഹദാ. അതാണ് ആ പറഞ്ഞ ദുആ. ഇത് പഠിക്കാതെ, ഇമാം റാസിയുടെ തഫ്സീർ പഠിക്കാതെ, ഇമാം സുലൈമാനുൽ ഖത്താബിയുടെ ശഗ്നത്തുവ എന്ന കിതാബ് ഓതി പഠിക്കാതെ, എന്താണ് ദുആ എന്ന് ഇസ്ലാമിന്റെ ഭാഷയിൽ അവർ കൃത്യമായി നിർവചിച്ചിട്ട് ഇമാമിങ്ങളെ വലിച്ചെറിഞ്ഞ് സ്വയം നിർവചനമുണ്ടാക്കി. الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه نؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله الرحمن الرحيم. وإذا سألك عبادي أني فإني قريب أجيب دعوة الداع إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. الدعاء هو العبادة. شفيعنا وحبيبنا محمد رسول الله. إذ كنت للقادر المختار عبدا أطاع أعطاك من قدرة ما شئت من مستطاع
فأنت مقتدر في خلقه ومطاع أنت الوكيل له يا محي الدين يا محي الدين يا محي الدين يا محي الدين يا عبد القادر جيلاني اللهم صل وسلم على رسولك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. ആദരണീയരായ ഉസ്താദുമാർ, പണ്ഡിതന്മാർ, സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെയും SSFിൻ്റെയും പ്രവർത്തകർ, ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നേരത്തെയുള്ള തീരുമാനമനുസരിച്ച് അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ നമ്മുടെ സദസ് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടമുള്ള മജ്ലിസായി അള്ളാഹു ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ. തൗഹീദ് അചഞ്ചലമാണ് എന്ന ഏറ്റവും മുഖ്യമായ ഒരു വിഷയത്തെ അധികരിച്ച് ഇതുപോലെയുള്ള സമ്മേളനങ്ങൾ കേരളത്തിൻ്റെ എല്ലാ മുക്കുമൂലകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനമായ സമസ്ത കേരള സുന്നി യുവജന സംഘം അതിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും നമ്മുടെ നേതൃത്വത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് ജില്ലാ തലങ്ങളിലും മേഖലകളിലുമൊക്കെ പ്രവർത്തകർക്ക് വേണ്ടി പ്രത്യേകം ക്യാമ്പുകളും പൊതുജനങ്ങൾക്ക് വേണ്ടി ഇത്തരം സമ്മേളനങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല എല്ലാം വിജയത്തിലെത്തിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, വിശുദ്ധ ഇസ്ലാമിൻ്റെ അചഞ്ചലമായ തൗഹീദ് എന്താണെന്ന് ബോധ്യപ്പെടുത്തുകയും തൗഹീദിൽ മായം ചേർക്കാൻ ശ്രമിച്ചവർ ഏതെല്ലാം വിഷയത്തിലാണ് അബദ്ധങ്ങൾ അവർക്ക് സംഭവിച്ചത് എന്ന് അവരുടെ പ്രഭാഷണങ്ങളും ലേഖനങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് വ്യക്തമാക്കി കൊടുക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഈ സമ്മേളനങ്ങൾ ഇപ്പോൾ സുന്നി യുവജന സംഘം വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആമുഖമായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, വിഷയം വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും ഇസ്ലാമിൻ്റെ യഥാർത്ഥ തൗഹീദിലേക്ക് കടന്നു വരാൻ വേണ്ടി നാം ആത്മാർത്ഥമായി ശ്രമിക്കുകയും ചെയ്യണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. നേരത്തെ ഇവിടെ ഉദ്ഘാടന പ്രസംഗം ചെയ്ത ബഹുമാനപ്പെട്ട സി ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ, ഉസ്താദ് അവറുകൾ ഇവിടെ പറഞ്ഞു വെച്ചു, അള്ളാഹുവിന് മാത്രം ആരാധിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം കലിമത്തു തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്ന വിശുദ്ധ ഇസ്ലാമിൻ്റെ തൗഹീദിൻ്റെ വചനം, അത് സമസ്ത കേരള സുന്നി യുവജന സംഘം ഇപ്പോൾ പറയുന്ന ഒരു വചനം അല്ല, അല്ലെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിൽ പറയാൻ വേണ്ടി യോഗം കൂടി തീരുമാനിച്ച ഒരു മുദ്രാവാക്യമല്ല. മറിച്ച് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്ന് മനുഷ്യൻ ഇവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ അന്ന് മുതൽ ഈ ലോകത്ത് അലയടിച്ചുകൊണ്ടിരിക്കുന്ന ശബ്ദമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി രേഖപ്പെടുത്തിയതാണ്. ഞാൻ പറയുന്നത് SYS-ഉം ജംഇയ്യത്തുൽ ഉലമയും SSF-ഉം ഒക്കെ പറയുന്ന ഈ തൗഹീദ്, അത് അല്ലാഹു തആല ഈ ജനങ്ങൾക്ക് വേണ്ടി അവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കി കൊടുത്ത നിയമസംഹിതകളുടെ ഒന്നാമത്തെ പടിയാണ്. ഒരു മനുഷ്യൻ ജീവിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും സമഗ്രമായി
മുസ്ലിം ലോകത്ത് അല്ലെങ്കിൽ ലോകതലത്തിൽ അവതരിപ്പിച്ച വിശുദ്ധ ഇസ്ലാം ഒന്നാമതായി പ്രാധാന്യത്തോടെ ലോകർക്ക് മുമ്പിൽ സമർപ്പിച്ചത് തൗഹീദിന്റെ സന്ദേശമാണ്. നമുക്കറിയാം പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിന്റെ ഒരായത്തോടെ ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. ഞാൻ പറഞ്ഞു, ഇത് ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല. എല്ലാ ഉമ്മത്തുകളും എല്ലാ പ്രവാചകന്മാരും ഈ ലോകത്ത് പ്രബോധനം ചെയ്തത് വിശുദ്ധ ഇസ്ലാമിന്റെ തൗഹീദാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയാഇന്റെ 25-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞത്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂൽ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. സൂറത്തുൽ അംബിയാഇന്റെ 25-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറഞ്ഞ ഒരു വചനം, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂൽ, അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, അങ്ങയുടെ മുമ്പ് ലോകത്ത് നമ്മൾ പറഞ്ഞയച്ച ഒരു നബിയും ഒരു പ്രവാചകനെയും നമ്മൾ അയച്ചിട്ടില്ല. എങ്ങനെയല്ലാതെ ഇല്ലാ നൂഹി ഇലൈഹി, ആ പ്രവാചകരിലേക്ക് നമ്മൾ സന്ദേശം കൊടുത്തിട്ടല്ലാതെ, വഹി അറിയിച്ചിട്ടല്ലാതെ. എന്താണ് വഹി അറിയിച്ചത്? അന്നഹു, തീർച്ചയായും കാര്യം, ലാ ഇലാഹ ഇല്ലാ അന, അല്ലാഹു പറയുകയാണ്, ഞാനല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന സന്ദേശം ലോകത്ത് പറയണം, പഠിപ്പിക്കണം എന്നു പറയാതെ, എന്നു സന്ദേശം നൽകാതെ ഒരൊറ്റ നബിയെയും നമ്മൾ പറഞ്ഞയച്ചിട്ടില്ല. ആ സന്ദേശമാണ് 63 കൊല്ലത്തെ ജീവിതത്തിൽ മഹാനായ ലോകത്തിന്റെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനം ചെയ്തത്. പക്ഷേ പിന്നെ പ്രവാചകന്മാർ വന്നില്ല, വരേണ്ട കാര്യവുമില്ല. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. വിശുദ്ധ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസന്നിഗ്ധമായി രേഖപ്പെടുത്തിയ വസ്തുതയാണത്. അഥവാ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഞാൻ ഈ മതത്തെ പൂർണ്ണമാക്കി തരുന്നു, ഇനിയൊരു പ്രവാചകന്റെ ആവശ്യം ഇവിടെ ഇല്ല. എന്നിട്ട് അവിടുന്ന് പ്രഖ്യാപിച്ചത്, ഇനി ഈ ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ മുഴുകേണ്ടത് ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാരാണ്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഞാൻ വളരെ ചുരുക്കി പറയുന്നത്, സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് അറഫ മൈതാനിയിൽ പങ്കെടുത്ത ഹജ്ജത്തുൽ വദാഇന്റെ അന്ന് ആ മൈതാനിയിൽ പങ്കെടുത്ത ലക്ഷക്കണക്കിന് ആളുകളോട് പറഞ്ഞത്, ഫൽയുബല്ലിഹു ഷാഹിദുൽ ഗായിബ്, ഇവിടെ ഹാജരുള്ളവർ ഇല്ലാത്തവർക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കണം. അങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തേക്കും വിശുദ്ധ ഇസ്ലാമിന്റെ, വിശിഷ്യ തൗഹീദിന്റെ സന്ദേശവുമായി അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ പലായനം ചെയ്തു. അങ്ങനെയാണ് കേരളത്തിലേക്ക് ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ അതാ സ്വഹാബികൾ കടന്നു വരുന്നു. അവർ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നു, തൗഹീദ് പഠിപ്പിക്കുന്നു. അപ്പോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ എല്ലാ അമ്പിയാക്കളും, ആ അമ്പിയാക്കൾക്ക് അവസാനം കുറിച്ച ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും, അവിടുന്ന് അങ്ങോട്ട് 4 ഖലീഫമാരും, തുടർന്ന് അങ്ങോട്ട് വന്ന സ്വഹാബികളും, അതിന്റെ ശേഷം മുജ്തഹിദുകളായ 4 പണ്ഡിതന്മാർ, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, ഈ പ്രഗൽഭരായ പണ്ഡിതന്മാർ, അവർക്ക് ശേഷം വലിയ വലിയ പണ്ഡിതന്മാര് വേറെയും, ഇമാം നബവിയെ പോലെ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെ, ഇമാം ഇബ്നു ഹജർ തങ്ങളെ പോലെ ഒരുപാട് ആളുകൾ ലോകതലത്തിൽ ശ്രദ്ധയാകർഷിച്ച പണ്ഡിതന്മാരാണ്. അതുപോലെ നമ്മുടെ കേരളത്തിൽ വിശുദ്ധ ദീനുൽ ഇസ്ലാം സ്വഹാബത്തിൽ നിന്ന് സ്വീകരിച്ച് ഇവിടെ ലോകത്തിന്, കേരളക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ബഹുമാനപ്പെട്ട പൊന്നാനി സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു,
ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ സയ്യിദ് അലവിയിൽ മൻഫുറമി, ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു, ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ സാദാത്യങ്ങൾ, നമ്മുടെ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരെല്ലാം പണ്ഡിതന്മാരുടെ പിന്നിലായി, വലിയ വലിയ മഹാന്മാരുടെ പിന്നിലായി എന്താണ് തൗഹീദ് എന്ന് മനസ്സിലാക്കി ഇതുവരെ നമുക്ക് മുമ്പും ശേഷവും ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ആ വിഭാഗത്തിന് പറയുന്ന പേരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് നേരത്തെ സി ഉസ്താദ് ഇവിടെ പറഞ്ഞത്, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻ വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ. സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്നവർ അവരാരാണ്? മുഹാജിറുകളും അൻസാറുകളുമായ സ്വഹാബികൾ. വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അവരോട് നന്മയുടെ വിഷയത്തിൽ പിൻപറ്റിയവർ. അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ഓഫർ, റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, വറദു അൻഹു, അവർ അള്ളാഹുവിനെയും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ, അവർക്ക് വിശാലമായ സ്വർഗം നമ്മൾ തയ്യാർ ചെയ്തിട്ടുണ്ട്. അതിന്റെ താഴ്ഭാഗങ്ങളിലൂടെ പുഴകൾ ഒലിച്ചുകൊണ്ടിരിക്കുന്നു. ഖാലിദീന ഫീഹാ അബദാ, ആ സ്വർഗത്തിൽ അവരെന്നും ശാശ്വതരാണ്. ദാലികൽ ഫൗസുൽ അദീം, അതാണ് കേട്ടോ ഉന്നത വിജയം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പൊ ഞാൻ പറഞ്ഞത്, മുസ്ലിം സമൂഹം പ്രവാചകന്മാര് വരുന്നത് വരെ, പ്രവാചകന്മാരുടെ പരമ്പരയ്ക്ക് അവസാനം കുറിക്കുന്നത് വരെ പ്രവാചകന്മാരെ അക്ഷരാർത്ഥത്തിൽ പിൻപറ്റി ഇവിടെ ജീവിച്ചു. അതിന്റെ ശേഷം ആ പ്രവാചകന്മാരെ പിൻപറ്റി ജീവിച്ചു. പക്ഷേ പ്രവാചകന്മാർ നയിച്ച വഴി ഏത് എന്ന് കാണിച്ചു കൊടുത്തത് അല്പജ്ഞാനികളായിരുന്നില്ല. നേരത്തെ സി ഉസ്താദ് പറഞ്ഞല്ലോ, ഓരോ വിഷയത്തിലും നിയമം പഠിച്ചവർ, വിഷയം പഠിച്ചവർ, അവര് പറയുന്നത് എന്താണ് അത് സ്വീകരിച്ചുകൊണ്ടാണ് മുസ്ലിം ലോകം മുന്നോട്ട് പോയത്. നിങ്ങൾക്കറിയാം, വിശ്വാസപരമായ വിഷയത്തിൽ ലോകപ്രസിദ്ധരായ രണ്ട് ഇമാമുകൾ മുസ്ലിം ലോകത്ത് സുപ്രസിദ്ധരാണ്. ബഹുമാനപ്പെട്ട ഇമാം അബുൽ ഹസനുൽ അശ്അരി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം അബൂ മൻസൂരിൽ മാതൂരിദി റളിയല്ലാഹു അൻഹു. അതുപോലെ ലോകപ്രസിദ്ധരായ 4 പണ്ഡിതന്മാരെ ഞാൻ പറഞ്ഞു. സഹോദരന്മാരെ, മുസ്ലിം ലോകം മുഴുവനും ഈ 4-ൽ ഒരു പണ്ഡിതനെ സ്വീകരിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും സ്വീകരിച്ചില്ല എന്നല്ല അതിന്റെ അർത്ഥം. ഖുർആനും സുന്നത്തും തന്നെയാണ് പ്രമാണം. പിന്നെ ഹംബലി മദ്ഹബുകാരനായി ഞാൻ പറയുന്നത്, ഏത് പണ്ഡിതന്മാരാണെങ്കിലും അവരൊക്കെ അവർക്ക് മുകളിലുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാർ അവര് വിശദീകരിച്ചതനുസരിച്ചാണ് ഇന്നേ വരെ ജീവിച്ചു പോയെന്നത്. അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുമാണ്. നോക്കൂ നിങ്ങൾ, വഇദാ സഅലക ഇബാദി അന്നി, വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം. നിങ്ങൾ ശരിക്ക് ചിന്തിക്കണം. വസ്അലൂ അഹ്ലദ് ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾ അറിവില്ലാത്തവരാണോ? നിങ്ങൾ അറിവില്ലാത്തവരാണോ? അറിവുള്ളവരെ ചോദിച്ച്, അവരോട് ചോദിച്ച് മനസ്സിലാക്കി ജീവിക്കണം. അപ്പൊ അറിവില്ലാത്ത എല്ലാവരോടും പറയുന്നത്, അറിവുള്ള പണ്ഡിതന്മാർക്ക് പറഞ്ഞതനുസരിച്ച് ജീവിക്കണം. ഇത് എല്ലാവർക്കും പറയുന്ന നിയമമാണ്. ഞാൻ ഇത് ഇത്രയും പറയാൻ കാരണം, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ, വിശുദ്ധ ഹദീസിന്റെ വചനങ്ങളെ ഓരോരുത്തർക്കും തോന്നിയ രൂപത്തിൽ വ്യാഖ്യാനിച്ച് കേവലം ഒരു പരിഭാഷയും പിടിച്ച് ഞാനും ഖുർആൻ പഠിച്ചിട്ടുണ്ട്, ഞാനും ഹദീസ് പഠിച്ചിട്ടുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ മുസ്ലിം സമൂഹത്തിന് നിവൃത്തിയില്ല. ഇത് രാമുഖമാണ്. സഹോദരന്മാരെ, ഇത് പറയാനുള്ള കാരണം, ഇവിടെ മുജാഹിദിന്റെ മൗലവി പ്രസംഗിക്കുമ്പോ, ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പ്രസംഗിക്കുമ്പോ അവരെല്ലാം ഇവിടെ ആയത്തോതുന്നു, അവരെല്ലാം ഹദീസ് പറയുന്നു. പലരും ചിന്തിക്കുന്നത്, അവരും ഹദീസ് പറയുന്നുണ്ടല്ലോ, അവരും ആയത്ത് പറയുന്നുണ്ടല്ലോ. അതേ, നമുക്ക് പറയാനുള്ളത് ആയത്തും ഹദീസും ഓതിയത് കൊണ്ടായില്ല. ആ ആയത്തിനെ, ആ ഹദീസിനെ മനസ്സിലാക്കേണ്ടത് പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാരെന്താണോ പറഞ്ഞത് അത് സ്വീകരിക്കണം. പണ്ഡിത സമൂഹം അത് കൃത്യമായി അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പണ്ഡിതന്മാരെ വിട്ട് മുൻഗാമികളെ ഒഴിവാക്കിയിട്ട് ഞാൻ സ്വയം ഖുർആനിനെ മനസ്സിലാക്കുന്നു എന്നൊരാൾ പറഞ്ഞാൽ
അത് അദ്ദേഹത്തിന്റെ അപകടത്തിന്റെ തുടക്കമാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സത്യത്തിൽ നിങ്ങൾ നോക്ക്, ഇതാണ് ലോകത്തെ ഏറ്റവും വലിയ അപകടം. ഏത്? ഖുർആനും സുന്നത്തുമൊക്കെ മുൻഗാമികളിൽ നിന്ന് മാറി സ്വയം ഗവേഷണം ചെയ്യുന്ന ഒരവസ്ഥ. എന്നിട്ട് നിങ്ങൾ നോക്ക്, ഇപ്പോ മുജാഹിദ് പ്രവർത്തകർ എന്റെ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ, ജമാഅത്തെ ഇസ്ലാമി ശരിയാണെന്ന് വിശ്വസിക്കുന്നവർ എന്റെ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആലോചിക്കുക, ഒരു മൗലവി ക്ലാസ് എടുത്തു തരുന്നത് എന്താണ്? നമുക്കെന്തിനാ ഷാഫി ഇമാമ്, നമുക്കെന്തിനാ ഹനഫി ഇമാമ്? അവര് പറഞ്ഞത് നമ്മൾ സ്വീകരിക്കണ്ട. പിന്നെന്ത് ചെയ്യണം? നമ്മൾ അവര് പറഞ്ഞത് പ്രമാണങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ സ്വീകരിക്കും, ഇല്ലെങ്കിൽ തള്ളിക്കളയുമെന്നാണ്. അപ്പോ സഹോദരന്മാരെ, ഒരു വാക്ക് നിങ്ങൾ ശരിക്കും ചിന്തിച്ചോ. നമ്മുടെ ഉലമാ ഷാഫി ഇമാം ഒരു കാര്യം പറഞ്ഞാൽ അത് പ്രമാണങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ സ്വീകരിക്കും, ഇല്ലെങ്കിൽ തള്ളിക്കളയുമെന്നാണ് ഇവർ പറയുന്നത്. അതെത്ര വലിയ വിഡ്ഢിത്തമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എങ്ങനെ നമ്മൾ തീരുമാനിക്കും ഇത് ഖുർആനിന് ഈ പറഞ്ഞ ഷാഫി ഇമാം പറഞ്ഞ വാക്ക് അത് പ്രതികൂലമാണോ അനുകൂലമാണോ എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റിയ സംഗതിയാണോ? നമ്മൾ അങ്ങനെ വിലയിരുത്തണമെങ്കിൽ നമ്മൾ ഷാഫി ഇമാമിനേക്കാൾ ബോധമുള്ളവരാകണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞത്, തൗഹീദ് അടക്കമുള്ള എല്ലാ വിഷയങ്ങളും ഖുർആനിൽ നിന്ന് മുൻഗാമികൾ മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കണം. സത്യത്തിൽ നമ്മൾ മാത്രമല്ല, നിങ്ങൾ ശരിക്കും ചിന്തിച്ചോ, നമ്മൾ മാത്രമല്ല എല്ലാവരും. ഇപ്പൊ മുജാഹിദിന്റെ സാധാരണക്കാരായ ആളുകളെ നിങ്ങൾ എടുത്തു നോക്ക്. അവരെന്താ ചെയ്യാ? അവര് നേരെ ഖുർആനും ഹദീസൊന്നും ഗവേഷണം ചെയ്യല. അല്ല, അവരെന്ത് ചെയ്യും? അവരെ മൗലവിമാരോട് പോയി ചോദിക്കും, സക്കരിയ സലാഹിയോട് ചോദിക്കും, അല്ലെങ്കിൽ അൻസ് മൗലവിയോട് ചോദിക്കും, അല്ലെങ്കിൽ സലാം സുല്ലമിയോട് ചോദിക്കും, അല്ലെങ്കിൽ കായക്കൊടിക്കാരൻ ഹനീഫ് മൗലവിയോട് ചോദിക്കും, ഇതിൽ എന്താണ് ഇസ്ലാമിന്റെ നിയമം? നിങ്ങൾ ശബാബ് എടുത്തു നോക്ക്, ബിജിന്തനം എടുത്തു നോക്ക്, അതിലൊക്കെ കാണാം ചോദ്യം. എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? അപ്പോ ഈ ചോദ്യം ചോദിക്കുന്ന മുജാഹിദ് പ്രവർത്തകൻ അയാൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നേരെ വിഷയം മനസ്സിലാക്കുകയല്ല ചെയ്യുന്നത്. പിന്നെന്താ ചെയ്യുന്നത്? അയാളെ മൗലവിമാരോട് ചോദിക്കുന്നു, അവരുടെ ആളുകളോട് ചോദിക്കുന്നു. അപ്പോ അവര് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കിയ തൗഹീദ് അല്ലെങ്കിൽ നിയമം പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇതൊരു തഖ്ലീദല്ലേ? ഇതല്ലേ യഥാർത്ഥത്തിൽ തള്ളപ്പെടേണ്ടത്? അപ്പൊ ചുരുക്കത്തിൽ മുജാഹിദായാലും സുന്നിയായാലും മറ്റൊരാളെ ആശ്രയിക്കാതെ വയ്യ. ഇനി ആശ്രയിക്കുന്നവർ ആരാകണം? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ പറയുന്നു, നമ്മുടെ ഈ കാലത്ത് ജീവിക്കുന്ന ഏറിപ്പോയാൽ ഒരു അഫ്ളലുൽ ഉലമ പാസ്സായ ഒരു മൗലവി പറയുന്നതിനേക്കാൾ ഏറ്റവും നമ്മൾ സ്വീകരിക്കാൻ കടമപ്പെട്ടത് വലിയ വലിയ ഇമാമിങ്ങൾ പറഞ്ഞതാണ്. ഷാഫി ഇമാം പറഞ്ഞത്, അബൂ ഹനീഫ ഇമാം പറഞ്ഞത്, മാലിക് ഇമാം പറഞ്ഞത്, അത് വിട്ട് കേവലം ഒരു അഫ്ളലുൽ ഉലമ മാത്രം വിദ്യാഭ്യാസമുള്ള ഒരു മൗലവി പറയുന്നത് സ്വീകരിക്കാൻ ബുദ്ധിയുള്ളവർക്ക് കഴിയില്ല എന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ ഇവിടെ ഇടപെട്ടുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഓരോ ആളുകളും ഖുർആനിനെയും സുന്നത്തിനെയും ഗവേഷണം ചെയ്യാൻ തിരിഞ്ഞത് കൊണ്ടുള്ള അപകടമാണ് യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ അൽഹംദുലില്ലാ, ഈ സത്യം നമ്മൾ ഒരുപാട് കാലമായി ഇവിടെ ചോദിക്കാൻ തുടങ്ങിയിട്ട്, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ഞങ്ങൾ ഷാഫി ഇമാമിനെ, നിങ്ങൾ സലാം സുല്ലമിനെ, എന്താ വ്യത്യാസം? എന്തായാലും ഒരാൾ അംഗീകരിക്കാതെ കഴിയില്ല. ആ അംഗീകരിക്കുന്നത് ഒരു വലിയ പണ്ഡിതനായിക്കൂടെ എന്ന് നമ്മൾ പണ്ടേ ചോദിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ സക്കരിയ സലാഹി അയാൾ സംഘടനയിൽ നിന്ന് പുറത്തായപ്പോ അയാൾ ആ സത്യം ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അതാണ് നിങ്ങൾക്ക് ഞാൻ ആദ്യമായി കേൾപ്പിക്കുന്നത്. സുന്നികളായ ഞങ്ങൾ ഖുർആനും സുന്നത്തും ഇമാമിങ്ങൾ പറഞ്ഞത് മനസ്സിലാക്കുന്നു, മൗലവിമാർ നേരെ മനസ്സിലാക്കുന്നു എന്നല്ലേ പലരും ധരിച്ചത്. എന്നാൽ സക്കരിയ സലാഹി പറയുന്നു, കാര്യം അങ്ങനെയല്ല. സുന്നികളെക്കാൾ നമ്മളാണ് പലപ്പോഴും തഖ്ലീദ് ചെയ്യുന്നവർ. നമ്മുടെ മൗലവിമാര് പറയുന്നതിനപ്പുറം നമുക്ക് പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത് എന്ന് ഇപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തായ സക്കരിയ സലാഹി എന്നിട്ട് അയാൾ പറയുന്നു, ഇപ്പൊ സുന്നികൾ നമ്മളോട് ചോദിക്കാൻ തുടങ്ങി, അല്ല ഞങ്ങൾ ഷാഫി ഇമാമിനെയും ഹനഫി ഇമാമിനെയും പിന്തുടർന്നു, നിങ്ങള് മൗലവിമാരെ അല്ലെങ്കിൽ അഫ്ളലുൽ ഉലമ പാസ്സായവരെ ഏതാണ് നല്ലത് എന്ന് സുന്നികൾ വരെ നമ്മോട് ചോദിക്കാൻ പോയി എന്ന് അദ്ദേഹം തുറന്നു പറയുന്ന ഒരു ഭാഗം നിങ്ങൾ കണ്ടോളൂ. ഇമാമിയങ്ങളെ പിന്തുടരുന്നതിന്റെ അനിവാര്യത നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് സക്കരിയ സലാഹിയുടെ ഈ ഏറ്റവും പുതിയ പ്രസംഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. മുജാഹിദുകളെ വയലിന് കേട്ടിട്ടൊക്കെ ശരിയാന്ന് തോന്നിയാലും പറയും, അതൊന്നും നമ്മൾ ചൂട് കൊടുക്കണ്ട, നമ്മളെ ഉസ്താദന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ച എന്താ,
ഈക്കെ കണ്ണിയത്തും ശാപങ്ങളും ഓലെല്ലാവരും പൈലല്ലേ. ഓരിപ്പം എങ്ങനെ നമ്മളെ നരകത്ത് കൊണ്ടുപോകും? എന്തായാലും ഓരും നരകത്ത് പോകൂലേ? അപ്പൊ അതുകൊണ്ട് അതൊരിക്കലും ഉണ്ടാവില്ല, അത് ശരിയാവൂല, ശരിയാകാൻ വഴിയില്ല. അതുകൊണ്ട് നമ്മളേക്ക് ചോട് കൊടുക്കുകയേ വേണ്ട. തെളിവും ന്യായമൊക്കെ പോലെ പല ആയത്തും അതീതൊക്കെ അങ്ങനെ ആയത്തും അതീതും ഞമ്മക്കും ഇല്ലേ? അതുകൊണ്ട് നമ്മൾ ആ ഭാഗം തന്നെ നോക്കണ്ട. ഈ ഒരു തഖ്ലീദ് മനസ്ഥിതിയാണ് ഒരുപാട് ആളുകൾ അപ്പുറത്ത് നിർത്തുന്നത്. മുജാഹിദുകളെ വയലൊക്കെ കേട്ടിട്ട് തല കുലുക്കി പോയാൽ എന്നാലും നമ്മൾ ഉസ്താദുമാരൊക്കെ അതല്ലേ, ഈക്കെ കണ്ണിയത്തൊക്കെ അതല്ല പഠിപ്പിച്ചത്, കൂറ്റനാടൊക്കെ അതല്ല പഠിപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തന്നെ നിൽക്കുകയാണ്. അവരെ ഉസ്താദുമാരെ സംബന്ധിച്ചും അവരുടെ നേതാക്കന്മാരെ സംബന്ധിച്ചും അവരെ മദ്ഹബിന്റെ പണ്ഡിതന്മാരെ സംബന്ധിച്ചുമൊക്കെയുള്ള വലിയ മതിപ്പാണ് അവരെ യഥാർത്ഥത്തിൽ അവിടെ പിടിച്ചു നിർത്തുന്നത്. ഈ ഒരവസ്ഥ മതസംഘടനകൾക്കുണ്ടായാലോ? നിങ്ങൾ കേൾക്കണം, സുന്നികളെ സംബന്ധിച്ചാൽ പറയുന്നത് സുന്നികൾക്ക് അവരെ നേതാക്കളോട് ഭയങ്കര മതിപ്പാണ്. നമ്മുടെ AP ഉസ്താദ് പറഞ്ഞു, അല്ലെങ്കിൽ EK ഉസ്താദ് പറഞ്ഞു, കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ മുജാഹിദ് അവിടെ എത്ര വാതിൽ പറഞ്ഞിട്ടും കാര്യമില്ല, സുന്നിയാൾ ആരോ കേൾക്കാൻ പോകില്ല. കാരണം അവരെ നേതാക്കൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അത്രയും മതിപ്പാണ്. ഞാൻ പറയുന്ന ഈ പണ്ഡിത സമൂഹത്തെ നമ്മുടെ കേരള ജനത ഉൾക്കൊള്ളുന്നതിന്റെ നേർചിത്രമാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത് പറയുന്നത് കേട്ടോളൂ. എന്നാൽ നമ്മളും മുജാഹിദുകളും അതേ രൂപത്തിലാണ്, നമ്മളിലുമുണ്ട് ഈ ഒരു തഖ്ലീദ് എന്ന് അയാൾ തുറന്നു പറയുന്ന ഭാഗം എനിക്ക് കേട്ടോളൂ. ഖുറാഫികളെ പോലെ പഠിക്കാത്തൊരവസ്ഥ അതൊരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല. പഠിക്കും തോറും നമുക്ക് പല തെറ്റുകളും ബോധ്യപ്പെടുകയും നമുക്ക് തിരുത്തേണ്ടി വരികയും ചെയ്യും. ചില ആളുകളുണ്ട് പുതിയതൊന്നും പഠിക്കൂല, പണ്ട് പഠിച്ച ഒരുപാട് അബദ്ധമുണ്ട്, അതൊന്നോട്ട് മറക്കൂല. കുറേ പഴയ മുജാഹിദ് മഹലിലൊക്കെ ചെന്നുള്ള അവസ്ഥയാണ്. ഒരു കാര്യം അവിടെ പറയാൻ പറ്റൂല. എടത്തനാട്ടിന്റെ ഭാഗത്ത് എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറപ്പൂർ അബ്ദുറഹ്മാൻ മൗലവി പറഞ്ഞതിന് എതിരാണോ അല്ലേ നോക്കണം. പറപ്പൂര് പറഞ്ഞിട്ടില്ലാത്തൊരു മസാല അവിടെ പറഞ്ഞ പറപ്പൂരിന്റെ വയലിൽ 25 കൊല്ലം കെട്ടണം, അയാള് പറഞ്ഞില്ലല്ലോ, അണക്കപ്പെടുന്നൊരു പുതിയ ഹദീസ് കിട്ടി. രണ്ടത്താണി പറയുകയാണെങ്കിൽ സെയ്ദ് മൗലവി പറഞ്ഞിണോ നോക്കണം. തിരൂര് ഭാഗത്ത് പറയുകയാണെങ്കിൽ അബ്ദുല്ലാജി പറഞ്ഞിണോ നോക്കണം. കടവത്തൂര് ഭാഗത്ത് പറയുകയാണെങ്കിൽ എടപ്പാറ കുഞ്ഞഹമ്മദ് മൗലവി പറഞ്ഞിണോ നോക്കണം. അങ്ങനെയാണ് പല സ്ഥലത്തെ അവസ്ഥ. ഒരു തരം മദ്ഹബി മാതിരിയാ. അപ്പൊ അവിടെ ആ മൗലവി പറയാത്തത് ആ ആള് അവിടുത്തെ ആ പഴയ മുജാഹിദീങ്ങൾക്ക് ഞാൻ വെട്ട അബ്ദുല്ലാജിന്റെ 25 കൊല്ലം കുത്തുപെട്ട അയാൾ പറഞ്ഞില്ലാലോ, ഞാൻ പറപ്പൂർ അബ്ദുറഹ്മാൻ മൗലവിന്റെ എത്ര ചോദ്യത്തെ കുത്തുപെട്ട അയാൾ പറഞ്ഞില്ലാലോ. അപ്പൊ പണ്ട് പഠിച്ച എന്തൊക്കെ ഉണ്ടോ അതങ്ങനെ തന്നെ. അതല്ലാതെ നമ്മളൊക്കെ പുതിയ ഹദീസ് എവിടുന്നോ കുത്തിക്കുഴിച്ചെടുത്ത് കൊണ്ടുവരുന്ന മാതിരി ആളുകളെ നോട്ടവും വർത്താനോ ഒക്കെ. അപ്പോ ഞാൻ എന്തിനാ അത് കേൾപ്പിച്ചു? ഞങ്ങൾ പറഞ്ഞത് പറപ്പൂര് മൗലവി എന്താ പറഞ്ഞു നോക്കിയിട്ട് അവിടെ പ്രസംഗിക്കാൻ പറ്റുള്ളൂ. ആയിരിക്കും മുജാഹിദിന്. തിരൂര് ഭാഗത്ത് പ്രസംഗിക്കുകയാണെങ്കിൽ വെട്ടം അബ്ദുല്ലാജി എന്ത് പറഞ്ഞു നോക്കണം. അപ്പൊ എന്തായാലും ഒരു കാര്യം മനസ്സിലായി, ഞങ്ങൾ ഷാഫി ഇമാമിനെ സ്വീകരിക്കുന്നു, അതിന്റെ പകരം നിങ്ങൾ സ്വീകരിച്ചത് വെട്ടം അബ്ദുല്ല ഹാജി അല്ലെങ്കിൽ നമ്മളെ ഈ മൗലവി ഉണ്ടല്ലോ സെയ്ദ് മൗലവി, ഇങ്ങനെയുള്ള ആളുകളെ. അവിടെയാണ് നമ്മൾ ചോദിക്കുന്നത്, ഈ മൗലവിമാർ ഖുർആൻ നോക്കി പറഞ്ഞതിനേക്കാൾ സ്വീകരിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടത് മഹാന്മാരായ ഇമാമിയങ്ങൾ പറഞ്ഞതല്ലേ എന്ന ഒരു ചോദ്യം ഇതിന്റെ മുഖവുരയായി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നവരുടെ മുന്നിലേക്ക് ഇട്ടുതരാൻ വേണ്ടിയാണ് ഞാനത് നിങ്ങളുടെ മുന്നിൽ വെച്ചത്. ഇനി നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ദീനിന്റെ ഓരോ കാര്യങ്ങളും A മുതൽ Z വരെ വിശുദ്ധ ഇസ്ലാമിന്റെ സർവ്വകാര്യങ്ങളും അത് ഉലമാ പറഞ്ഞിട്ടുണ്ട്. ഷാഫി ഇമാം പറയാതെ പോയ, അല്ലെങ്കിൽ മുൻഗാമികളായ ഇമാമികൾ പറയാതെ പോയ ഒരു വിഷയം നമുക്ക് കാണാൻ കഴിയില്ല. അത്രയും സമഗ്രമായി അവർ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കി പഠിച്ചു, കിതാബുകളിൽ എഴുതി വെച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തൗഹീദിന്റെ വിഷയങ്ങളായിരുന്നു. തൗഹീദിന്റെ അർത്ഥം നേരത്തെ ഇവിടെ പറഞ്ഞു, ഏകനാക്കുക, ഒന്നാക്കുക. ഇതിന്റെ ഭാഷാർത്ഥമാണ്. നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, ഏത് പുത്തൻവാദി കടന്നു വരുമ്പോഴും ആ പുത്തൻവാദിയുടെ ഒന്നാമത്തെ ലക്ഷണം എന്താണ്? നെക്സ്റ്റ് എടുത്തോളൂ, ഞാൻ കാണിച്ചു തരാം, ശരിക്കും ശ്രദ്ധിക്കണം. ലോകത്ത് പുത്തൻവാദികൾ കടന്നു വരുമ്പോഴൊക്കെ അവരുടെ വാദം ആദ്യമായി തുടങ്ങുന്നത് നിലവിലുള്ള മുസ്ലിമീങ്ങൾ കാഫിറുകളാണ് എന്നാണ്. മുഅ്തസില വിഭാഗം, ഞാനിത് ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി പറയില്ല, നിങ്ങൾ ചിന്തിക്കണം. നിലവിലുള്ള മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കാതെ, നിലവിലുള്ള മുസ്ലിമീങ്ങളെ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താക്കാതെ ഒരു പുത്തൻവാദിയും ലോകത്ത് വരാറില്ല.
മുഅ്തസില, അവരുടെ പേര് തന്നെ അവർ കൊടുത്തത് അസ്ഹാബുൽ അദ്ലി വത്തൗഹീദ്, ഞങ്ങളാണ് യഥാർത്ഥ തൗഹീദിന്റെ ആളുകൾ എന്നാണ്. അതുപോലെ തന്നെ ഖവാരിജികൾ, ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ ലോകത്ത് ആദ്യമായി പ്രത്യക്ഷപ്പെട്ട ആളുകളാണ് ഖവാരിജികൾ. ഈ ഖവാരിജികളുടെ വാദം എന്താ? ഖവാരിജികൾ വന്നിട്ട് പറയുന്നത് ഇന്ന് ഞങ്ങളല്ലാത്ത മറ്റുള്ളവരൊക്കെ കാഫിറുകളാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് കുഫറല്ലാത്ത പല കാര്യങ്ങളെയും കുഫറായി ഖവാരിജ് ഇവിടെ ചിത്രീകരിച്ചു. ആ ഖവാരിജിന്റെ പണിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും മുജാഹിദുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോളൂ, ഞാനതിന്റെ അതിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. നമ്മുടെ ഉസ്താദുമാർ എപി ഉസ്താദ് വഅള് പറയുമ്പോ, അതുപോലെ പല മഹാന്മാരും പ്രഭാഷണങ്ങൾ നടത്തുമ്പോ അവരിത് ഓർമ്മപ്പെടുത്തിയിരുന്നു. ഒരാളെയും അന്യായമായി മുശ്രിക്കെന്ന് വിളിച്ചുകൂടാ, കാഫിറെന്ന് വിളിച്ചുകൂടാ. ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താണെന്ന് പറയുമ്പോ ശ്രദ്ധയോടെ പറയണമെന്ന് നമ്മുടെ ഉലമാ അവരെ ബോധ്യപ്പെടുത്തിയിരുന്നു. മാത്രമല്ല, മുസ്ലിമീങ്ങളെ കാഫിറാക്കുക എന്ന പണി സാക്ഷാൽ ഖവാരിജുകൾ തുടങ്ങിയതാണെന്ന് പണ്ടേ നമ്മൾ പറഞ്ഞു. നോക്കൂ നിങ്ങൾ, അന്ന് അവര് പറഞ്ഞു അല്ല, ഇപ്പൊ സക്കരിയ സലായിനെ സ്വന്തം സംഘടന തന്നെ മുസ്ലിക്കാക്കി. നമ്മളല്ല, അവരുടെ പണ്ഡിത സഭ. അപ്പൊ അയാൾ പണ്ഡിത സഭക്കെതിരെ പ്രഭാഷണം, ആ പ്രഭാഷണത്തിൽ അയാൾ പറയുന്നു, കേട്ടോ, ഖവാരിജികളാണ് ഈ പണി ആദ്യം തുടങ്ങിയത്. കാഫിറാകാത്തവരെ കാഫിർ എന്ന് വിളിക്കുന്ന ഏർപ്പാട്, മുശ്രിക്കല്ലാത്തവരെ മുശ്രിക്കാണെന്ന് വിളിക്കുന്ന ഏർപ്പാട് ലോകത്താദ്യമായി തുടങ്ങിയത് ഖവാരിജികളാണ്. മുഅ്തസിലയും അവരോട് യോജിച്ചു. എന്നിട്ട് സക്കരിയ സലായി പറയുന്നുണ്ട്, കുഫറാണെന്ന് അല്ലെങ്കിൽ ഷിർക്കാണെന്ന് ഖുർആൻ അല്ലെങ്കിൽ ഹദീസ് പച്ചയായി പറയാത്ത ഒരു കാര്യം കുഫറാണെന്ന് പറയാൻ, ഷിർക്കാണെന്ന് പറയാൻ ഒരാൾക്കും അധികാരമില്ല. സക്കരിയ സലായി പറയുന്നത് കേട്ടോളൂ, ആ സത്യം ഇവരും വിളിച്ചു പറയുകയാണ്. ഇപ്പോൾ കുഫറല്ലാത്തൊരു കാര്യം കുഫറാണെന്ന് പറയുന്നത് ഖവാരിജുകളുടെ പതിവാണെന്നാണ് സലഫി പണ്ഡിതന്മാര് പറയുന്നത്. ഇസ്ലാമിക മൗലിക വിഷയങ്ങളിൽ ഉണ്ടായ ആദ്യത്തെ ഭിന്നതയെക്കുറിച്ച് ഇമാം ബുഖാരി തന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. കിതാബ് ഇസ്തിതാബത്തിൽ മുർത്തദീൻ എന്ന അധ്യായത്തിൽ ബാബു ഖത്ലിൽ ഖവാരിജി വൽ മുൽഹിദീന ബഅദ ഇഖാമത്തിൽ ഹുജ്ജത്തി അലൈഹിം വഖൗലില്ലാഹി തആല വമാ കാന അല്ലാഹു ലിയുദില്ല ഖൗമൻ എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് അവിടെ വ്യക്തമാക്കി പറയുന്നുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അഖീദത്തുൽ ഇസ്ഫഹാനിയുടെ ശറഹിൽ പറയുന്നു, വഹാദാ മദ്ഹബു സലഫിൽ ഉമ്മത്തി വ ഇമ്മത്തിയ മിന സഹാബത്തി, ഇതാണ് ഈ സമുദായത്തിലെ ആദ്യത്തെ മുൻഗാമികളുടെ നിലപാട്, സഹാബികളിൽപ്പെട്ട ഇമാമുകളുടെ നിലപാടും. വമൻ സലക സബീലഹും ഫീ വസായിലിൽ അസ്മാഇ വൽ അഹ്കാം, അല്ലാഹുവിന്റെ ഇസ്മുകളെ സംബന്ധിച്ചും ഹുക്മുകളെ സംബന്ധിച്ചുമുള്ള മസ്അലകളിൽ സഹാബത്തിന്റെ മാർഗം സ്വീകരിച്ചവരുടെ മുഴുവൻ നിലപാട് ഇതാണ്. വൽ ഖിലാഫു ഫീഹാ അവ്വലു ഖിലാഫിൻ ഹദത ഫീ മസായിലിൽ ഉസൂൽ, അടിസ്ഥാന വിഷയങ്ങളിൽ ആദ്യമായി ഇസ്ലാമിക സമുദായത്തിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിൽ ഒന്നാമത്തേത് ഇതാണ്. ഹൈസു ഖഫറത്തിൽ ഖവാരിജു ബിദ്ദംബി, കണ്ടോ, കുറ്റം ചെയ്തതിന്റെ പേരിൽ ഒരാൾ കാഫിറായി പോകുമെന്ന് ഖവാരിജുകൾ പറഞ്ഞു. വജഅലു സാഹിബൽ കബീറത്തി കാഫിറൻ മുഖല്ലദൻ ഫിന്നാർ, ശിർക്കല്ലാത്ത മറ്റു വൻപാപങ്ങൾ ചെയ്താലും അവര് കാഫിറാകും, നരകത്തിൽ എന്നെന്നും ഉണ്ടാകും എന്നവർ പറഞ്ഞു. വവാഫഖതുഹുൽ മുഅ്തസില, അവരോട് മുഅ്തസിലിയാക്കളും യോജിച്ചു. അലാ സവാലി ജമീഇ ഈമാനിഹി വ ഇസ്ലാമിഹി, അവരെ എല്ലാ ഈമാനും എല്ലാ ഇസ്ലാം അതോടുകൂടി നീങ്ങിപ്പോയി. ശിർക്കല്ലാത്തൊരു വൻപാപം ചെയ്താലും വഅലാ ഖുലൂദിഹി ഫിന്നാർ, അയാൾ എന്നെന്നും നരകത്തിലായിരിക്കും. അപ്പൊ കുഫറല്ലാത്ത ഒരു കാര്യം കുഫറാണെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിൽ ആദ്യം രംഗത്ത് വന്നത് ഖവാരിജുകളാണ്. അവരുടെ നിലപാടാണത്. അപ്പൊ ശിർക്കാണെന്ന് തെളിയാത്ത ഒരു കാര്യം നമുക്ക് ശിർക്കാണെന്ന് പറയാൻ പറ്റൂല. എന്തിനാ പറഞ്ഞെന്നറിയോ? ഏത് പുത്തൻവാദികൾ ലോകത്ത് വരുമ്പോഴും അവരൊക്കെ ചെയ്ത പണിയതാണ്. നിലവിലുള്ള ആളുകൾ മുശ്രിക്കും കാഫിറുമാണെന്ന് അവർ തട്ടിവിടും. അതാണ് ഖവാരിജ് ചെയ്തത്. അതിപ്പോ ഇവരും സമ്മതിച്ചല്ലോ. ഇനി നിങ്ങൾ നോക്ക്, കേരളത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? സ്വഹാബികളിൽ നിന്ന് ദീൻ പഠിച്ച കേരളക്കാർ ഇവിടെ ഐക്യത്തോടെ ജീവിച്ചപ്പോൾ 921 ശേഷം വന്നിട്ട് മുജാഹിദുകൾ പറഞ്ഞു, നിലവിലുള്ള ആളുകൾ കാഫിറുകളാകുന്നു, മുശ്രിക്കുകളാകുന്നു എന്നവർ പറഞ്ഞില്ലേ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവിടെയാണ് നമ്മുടെ വിഷയമുള്ളത്. നിങ്ങൾ കൃത്യമായി ചിന്തിക്കണം. ലോക മുസ്ലിമീങ്ങളെ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്താക്കുന്ന വാദങ്ങളുമായി കേരളക്കരയിലേക്ക് കടന്നു വന്നു വഹാബികൾ. എന്നാൽ എന്താ അതിന്റെ ഗൗരവം? ഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളെ കാഫിറാണെന്ന് പറയാൻ
ഇവിടെ ആർക്കാ അധികാരമുള്ളത്? ഇപ്പൊ അതിന്റെ ഗൗരവം ഒന്നുകൂടി ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. ഈ അടുത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട സക്കരിയ സലാഹി, അയാൾ എന്നാകട്ടെ, അയാള് ഒരു സത്യം വിളിച്ചു പറയുകയാണ്. അതെന്താണ്? ഗൗരവത്തോടെ നിങ്ങൾ ആലോചിക്കണം. ഇത് നമ്മൾ പണ്ടേ പറയുന്ന പോയിന്റാണ്. വ്യഭിചാരം മഹാകുറ്റമാണ്. എന്നാൽ വ്യഭിചരിക്കാത്ത ഒരാളെ വ്യഭിചാരി എന്ന് വിളിക്കുന്നത് അതിലും വലിയ കുറ്റമാണ്. ഇതുപോലെ ശിർക്ക് മഹാപാപമാണ്. ശിർക്ക് ചെയ്യാത്ത ഒരാളെ മുശ്രിക് എന്ന് വിളിക്കുന്നത് അതിലും വലിയ പാപമാണ്. ശിർക്കാണ് അല്ല എന്ന് തീരുമാനിക്കേണ്ടത് ഖുർആനും ഹദീസുമാണ്. ഇത് ഞങ്ങൾ പണ്ടേ പറയുന്നതാണ്. എന്നാൽ കേട്ടോളൂ, സക്കരിയ സലാഹിയെ സംഘടനയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് അയാൾ മുശ്രിക്കാണെന്ന് അയാളുടെ പണ്ഡിത സംഘടന പത്രങ്ങളിൽ വാർത്ത കൊടുത്തപ്പോൾ സക്കരിയ സലാഹി പറയുന്ന വാചകം കേട്ടോളൂ നിങ്ങൾ. ശിർക്കിന്റെ ഗൗരവം പണ്ഡിത സഭയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന സക്കരിയ സലാഹി. അതുപോലും നിങ്ങൾ ചെയ്യാതെ എന്താണ് നിങ്ങൾ എന്നെ പറ്റി തെറ്റിദ്ധരിച്ചത് എന്ന് ഞാൻ ചോദിക്കണ്ടായി. അപ്പൊ ആ രീതിയിലാണ് ഇപ്പൊ ആളുകള് കേട്ടീന്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ട് പറയാണ്, അയാള് ശിർക്കിലേക്ക് പോയിത്രേ, അങ്ങനെയാ, എന്നാ പോയിത്രേ. ഒരു സാമാന്യ മര്യാദ പോലും ഇല്ലാതെ ശിർക്ക് ആരോപിക്കാന്നൊക്കെ പറഞ്ഞാൽ എന്താ ഇതിന്റെ ഗൗരവം? ഒരാളെ പേരിൽ നമ്മൾ ശിർക്ക് ആരോപിച്ചാൽ അയാൾ ആ ശിർക്ക് അല്ല എങ്കിൽ ആരോപിച്ചവന്റെ മേലേക്ക് ആ കുറ്റം മടങ്ങും. ഇത് എല്ലാവർക്കും അറിയുന്ന വളരെ ഗൗരവമുള്ളൊരു സംഗതിയാണ്. നമ്മൾ ശിർക്കിലായാൽ എന്തായി? എന്നെ കുറിച്ച് KNMന്റെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് അബ്ദുറഹ്മാൻ സലഫിയും കൂട്ടരും സാധാരണ ജനങ്ങളെ വിളിച്ചുകൂട്ടി ശിർക്ക് ആരോപിക്കുന്നു. ഞാൻ പറയുന്നു, എനിക്ക് അങ്ങനെ വാദമില്ല, നിങ്ങൾ തെളിയിക്കൂ എന്ന് ഞാൻ പറയുന്നു. കട്ടുമുറിച്ച ക്ലിപ്പുകളല്ലാതെ നിങ്ങൾക്ക് എന്തു കാണിക്കാൻ കഴിയുമെന്ന്. അല്ല, ശിർക്ക് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അടിച്ചേൽപ്പിക്കുക. ഞാൻ മരിച്ചുപോയ ആളാണ്, തിരക്കാൻ ജീവിച്ചിരിക്കുന്ന ആളാണ്. കൂട്ടരെ, എനിക്കങ്ങനെ വാദമില്ല, ഞാൻ അങ്ങനെ പറയുന്നില്ല. ഒരു സഹായവും ഒരു ജിന്നിനോടും ഒരു മലക്കിനോടും ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും ചോദിക്കാൻ പാടില്ല എന്ന്. അപ്പൊ ഞാൻ പറയും, ശിർക്ക് ആരോപണം ഭയങ്കര ഗൗരവമുള്ള സംഗതിയാണ് അയാൾ പറയുന്നത്. ഇത് സ്വന്തം വാഴ്ന്നു പറയുന്നത് നല്ലതാ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇത്ര കാലം ഈ മുസ്ലിമീങ്ങളെ നിങ്ങൾ മുശ്രിക്കുകളാക്കി. ഞാൻ പറയുന്ന ഈ പ്രസംഗം ശ്രദ്ധിക്കുന്ന ഏതെങ്കിലും മുജാഹിദ് ശരിയാണെന്ന് വിശ്വസിച്ച അണികളോടല്ല, അണികൾ മുഴുവൻ കൺഫ്യൂഷനിലാണ്. ഞാൻ അതിലേക്ക് വരികയാണ്. എല്ലാവരും മൗലവിമാരെ ചോദ്യം ചെയ്യുന്ന ഗതികേടൊക്കെ ഞങ്ങൾ കാണിക്കാൻ പോവുകയാണ്. നിങ്ങൾ ശരിക്കും ചിന്തിക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ. നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഞാനത് കൃത്യമായി ഇവിടെ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ വിഷയത്തിന്റെ ഗൗരവം മുസ്ലിം സമുദായം ഉൾക്കൊള്ളണം. സഹോദരന്മാരെ, ഉമർ മൗലവി എന്ന മുജാഹിദിന്റെ നേതാവ്, അയാൾ എഴുതി വെച്ചത് എന്താണെന്നറിയോ? AP ഉസ്താദും EK ഉസ്താദും KB മുഹമ്മദ് മുസ്ലിയാരും മുശ്രിക്കാണെന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. നമ്മൾ ആരും കാണാത്ത ഒരു ആയത്ത് അയാൾ എഴുതി വെച്ചതാ. ഞാൻ ഇത്ര ഗൗരവത്തിൽ പറയാൻ കാരണം, ഇപ്പോൾ നമ്മളെ മുശ്രിക്കാക്കാൻ വഹാബിക്ക് സമയമില്ല. അവര് പരസ്പരം മുശ്രിക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ നിന്ന് മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട്. അതെന്താണ്? മുശ്രിക്കല്ലാത്ത ഒരാളെ മുശ്രിക്ക് എന്ന് പറയുന്നത് കടുത്ത തെറ്റാണെന്ന യാഥാർത്ഥ്യം ഇവര് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ പോയിന്റ് ഉള്ളത്. സഹോദരന്മാരെ, നിങ്ങൾ നോക്ക്, ഞാൻ ചില ആയത്തുകൾ നിങ്ങളെ മുന്നിൽ വെക്കാൻ പോകുന്നു. ആ ആയത്തുകൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. നമ്മളെ മുശ്രിക്കാക്കാൻ വേണ്ടി മുജാഹിദുകൾ ഇത്ര കാലവും ഓതിയ ഒരുപാട് ആയത്തുകൾ ഉണ്ടായിരുന്നു. ആ ആയത്തുകളൊക്കെ ഇന്ന് അവർ തമ്മിൽ പരസ്പരം ഓതാൻ തുടങ്ങി. ഇത് അള്ളാഹു അവർക്ക് കൊടുത്ത കടുത്ത ശിക്ഷയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇവിടെ ഒരു പ്രഭാഷണം നടക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു വഹാബി പ്രസംഗിക്കുന്നു. അയാളുടെ പ്രസംഗത്തിൽ എന്താണ് പറയുന്നത്? ഇൻ തദഊഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. എല്ലാ വഹാബിക്കും LKG മുതൽ പഠിപ്പിച്ചു കൊടുത്ത ആയത്താണ്. ചില വഹാബി മനസ്സിലാക്കിയതുപോലെ ആയത്താണ്. ആലുവയിൽ വാദപ്രതിവാദത്തിന് എന്നപ്പോ ഈ ആയത്തൊക്കെ നമ്മൾ ആദ്യം ഓതി. പിന്നെ അവന് ഓതാൻ ആയത്തില്ലല്ലോ. അപ്പൊ കായക്കൊടി ചോദിച്ചു, ഞങ്ങളായത്ത് നിങ്ങൾ എന്തിനാ ഓതിയത്? നിങ്ങൾ മനസ്സിലാക്കണം, ഈ ആയത്തോതിയിട്ടായിരുന്നു നമ്മളെ കാഫിറാക്കിയത്. മാത്രമല്ല, വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി
മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. ഇങ്ങനെയുള്ള ഏതാനും ആയത്തുകൾ ഈ സമുദായത്തിന്റെ മേലിൽ നിങ്ങൾ ഓതി. ഇനി ഞങ്ങൾ പറഞ്ഞോട്ടെ, ലോക മുസ്ലിമീങ്ങളെ, എന്റെ പ്രഭാഷണം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓൺലൈനിലൂടെയും ഈ പ്രദേശത്തിന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ മുഅ്മിനീങ്ങളെ, ഇനി ബുഖാരിയിൽ നിന്ന് ഞാനൊരു വാക്ക് വായിക്കാം. ഖവാരിജിനെ കുറിച്ച് നേരത്തെ സക്കരിയ സുലായി പറഞ്ഞല്ലോ. അവരാണ് കാഫിറാക്കുന്ന പണി ആദ്യം തുടങ്ങിയത്. എങ്ങനെയായിരുന്നു അവർ കാഫിറാക്കിയത്? ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്നത് കണ്ടോ. ഇന്നഹും ഇൻതലഖൂ ഇലാ ആയാത്തിൻ നസലത് ഫിൽ കുഫാർ ഫജഅലൂഹാ അലൽ മുഅ്മിനീൻ. ബാബു ഖത്ലിൽ ഖവാരിജി എന്ന അധ്യായം ഇമാം ബുഖാരി എടുത്തു കൊടുക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറയുന്നു, ഇന്നഹും ആ ഖവാരിജികൾ ഇൻതലഖൂ, അവര് പോയി, ഇലാ ആയാത്തിൻ, ചില ആയത്തുകളിലേക്ക് അവര്, എന്ന് പറഞ്ഞാൽ ചില ആയത്തുകളെ അവര് സെലക്ട് ചെയ്തു. ഫജഅലൂഹാ, എന്നിട്ട് ആ ആയത്തുകളെ അവര് മുഅ്മിനീങ്ങളെ തലയിൽ വെച്ച് കെട്ടി. അത് തന്നെയാണ് വഹാബികളെ നിങ്ങളും ചെയ്തത്. ലാ തദൂ മഅല്ലാഹി അഹദാ എന്നല്ല പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഓതിയത് അതിനെതിരിൽ പ്രസംഗിക്കുന്ന ഞങ്ങൾക്കെതിരെയാണെന്ന് മാത്രം. ഇതുപോലെ ഒരാള് നമ്മുടെ ഈ വെള്ളിമാട് കുന്നിൽ ഒരു ഹോട്ടലിൽ കയറി ചായ കുടിക്കുകയാണ്. ചായ കുടിക്കുമ്പോൾ അയാളോട് വന്നിട്ട് പറയാണ്, വിശുദ്ധ ഖുർആൻ പറഞ്ഞത് കേട്ടില്ലേ? ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ. കള്ള് മഹാപാപമാണ് എന്ന് റബ്ബ് പറഞ്ഞിട്ട് എന്താണ് ഈ കുടിയിൽ? ആരോട്? ചായ കുടിക്കുന്നവനോട്. എന്നിട്ട് ചോദിക്കുക, ഈ ആയത്ത് ഖുർആനിലില്ലേ? ഉണ്ട്, പക്ഷെ ഓതേണ്ടിടത്തല്ല ഓതിയത്. ഇത് ഖവാരിജി തുടങ്ങിയതാണ്. ഞാനിത് നിങ്ങളോട് പറയുന്നത്, ഇമാമീങ്ങളെ വഴിവിട്ട് സ്വന്തം ഗവേഷണത്തിന് ഒരുങ്ങിയാൽ ഇത്തരം ആയത്തുകളൊക്കെ മുസ്ലിമീങ്ങളെ തലയിലേക്ക് ഇട്ടിട്ട് അവരെ മുശ്രിക്കാക്കുന്ന ഏർപ്പാട്. എന്നിട്ട് കണ്ടോ, ഒറ്റ പ്രസംഗം ഞാൻ ആ രംഗത്ത് കാണിക്കാം, കൂടുതലൊന്നും കാണിക്കേണ്ടതില്ല. സഹോദരന്മാരെ, ഖവാരിജികൾ തുടങ്ങിയ ഏർപ്പാട് 921 ശേഷം കേരളത്തിൽ വന്ന മുജാഹിദുകൾ അതാ കണ്ടോളൂ നിങ്ങൾ. ലോക മുസ്ലിമീങ്ങളെ മുഴുവനും മുശ്രിക്കാക്കി. എത്രത്തോളം ഹജ്ജിന് പോകുന്ന ഹാജിമാര് വരെ മുശ്രിക്കാണെന്ന് പ്രഖ്യാപിക്കുന്ന മുജാഹിദ് ബാലുശ്ശേരിയെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, പുതിയ വിഷയമായിട്ടൊന്നല്ല ഞാൻ പറയാണ്. മിനായിൽ ദുരന്തം ഉണ്ടായി അല്ലേ? ഹജ്ജിന് ഈ വർഷം ദുരന്തം ഉണ്ടായി, കുറെ ആളുകൾ മരിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടക്കിടക്കൊക്കെ അവിടെ ആളുകൾ മരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ ഇസ്ലാമികമായ ഹജ്ജല്ല നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായില്ല. അവിടെ റസൂലുള്ള ജബലുർ റഹ്മയിൽ ദുൽഹജ്ജ് 9 100,000-ഓളം സഹാബികളുമായി വന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഹജ്ജ് ചെയ്യാൻ വന്നു. ആ പ്രവാചകന്റെ കൂടെ ഹജ്ജിന് വന്ന 100,000-ത്തിലധികം വരുന്ന സഹാബികൾ അവരാരാ? മുവഹിദുകളാണ്, തൗഹീദുള്ള ആളുകൾ, നബിയിൽ നിന്ന് ഹജ്ജ് പഠിച്ച ആളുകൾ, നബി പഠിപ്പിച്ചു കൊടുത്ത ആളുകൾ, നബി കാണിച്ചതിനെ ഫോളോ ചെയ്ത ആളുകൾ. അവരൊക്കെ വളരെ മാന്യമായി ചെയ്തു. ഇന്ന് ഹജ്ജിന് ചെല്ലുന്നിടത്ത് ആരൊക്കെ വരുന്നുണ്ട്? അവിടെ അബൂജഹലുമാർ അവിടെ ഹജ്ജ് ചെയ്യുന്നു, ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു. അബൂജഹലിനെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കാൻ സമ്മതിച്ചില്ല റസൂലുള്ള അവിടെ. കാരണം എന്താ വെച്ചാൽ അതുവരെ അവർ ചെയ്ത ഹജ്ജ് ഷിർക്കിന്റെ ഹജ്ജാണ്. അള്ളാഹിനോടും പ്രാർത്ഥിക്കും, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. അതുകൊണ്ട് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർക്കുള്ള ഹജ്ജ്, തൗഹീദ് സ്വീകരിച്ചവർക്കുള്ള ഹജ്ജ്. തൗഹീദ് സ്വീകരിക്കാത്ത ഒരാൾക്ക് ഹജ്ജ് ഉണ്ടോ? ഇല്ല. നിസ്കാരം ഉണ്ടോ? ഇല്ല. സക്കാത്ത് ഉണ്ടോ? ഇല്ല. ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടെ ഹജ്ജിന് ചെല്ലുന്നത് അല്ലേ? ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. അപ്പൊ അവിടെ തിരക്ക് കൂടുതലായി, ജനാധിക്യം വർദ്ധിച്ചു. മുവഹിദുകൾ മാത്രമാണ് ഒരു 5 ലക്ഷം ആളെ ഉണ്ടാവും വർഷാവർഷം ഹജ്ജ് ചെയ്യാൻ. ബാക്കിയൊക്കെ ഔട്ടായി. കൃത്യമായ കണക്കാണ്. 5 ലക്ഷം ഒഴികെ ബാക്കിയൊക്കെ ഔട്ടാണ്. മൂപ്പര് കേരളത്തിലിരുന്ന് ഇങ്ങനെ കാണല്ലേ? അവിടെ അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടിയ 30 ലക്ഷം ആളുകളിൽ 5 ലക്ഷം ഒഴികെ ബാക്കിയൊക്കെ ഔട്ട്. ഏതായി 5 ലക്ഷം? അത് ഞങ്ങളെ മുജാഹിദുകൾ. അതാകെ 500 തന്നെ ഉണ്ടാവില്ല. അത് വേറൊരു കാര്യം. നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ഖവാരിജിന്റെ പണി ഇപ്പൊ ആരാ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ആരാ നടത്തിക്കൊണ്ടിരിക്കുന്നത്? സാക്ഷാൽ വഹാബികൾ. ഇതെന്തുകൊണ്ട് സംഭവിച്ചു? ആ ഖവാരിജ് ചെയ്ത അതേ പണികളും ചെയ്തു.
അല്ലേ? ഇനി ഞാൻ ഒരു അന്വേഷണം നടത്താണ്. വളരെ നിങ്ങൾ എന്റെ കൂടെ തന്നെ വരണം. സുന്നികളുടെ തൗഹീദിൽ പേച്ചു എന്നാണല്ലോ നാടായ നാടൊക്കെ ഈ വഹാബി ഇതുവരെ പ്രസംഗിച്ചത്. ഇപ്പൊ പ്രസംഗിക്കണില്ല, കാരണം ഓല തൗഹീദ് തന്നെ പേച്ചു എന്ന് ഓല തന്നെ പറയാണ്. ഇനി സമയമില്ലല്ലോ. ഇനി നമ്മളൊന്ന് ചിന്തിക്കാൻ പോകണം. ശരിക്ക് ഗൗരവത്തോടെ നിങ്ങൾ ആലോചിക്കണം. ഉസ്താദേ, ലാ തദ്ഉ മഅല്ലാഹി അഹദാ, അല്ലാഹുവിന്റെ പുറമെ ഒരാളെയും വിളിക്കരുത് എന്ന് ഖുർആനിലില്ലേ? ഒരാളോടും ആരാധിക്കരുത് എന്ന് ഖുർആനിലില്ലേ ഉസ്താദെ? ഉണ്ട്, ഞങ്ങൾക്കതിൽ തർക്കമില്ല. പിന്നെ ഇൻ തദ്ഊഹും, നിങ്ങൾ അവരെ വിളിച്ചാൽ അവരെ കേൾക്കൂല എന്ന് ഖുർആനിലില്ലേ? ഉണ്ട്. പക്ഷേ എന്താണ് ആ വിഷയമെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോവാണ്. ശരിക്കും കേട്ടോ, ഞങ്ങളുടെ അചഞ്ചലമായ തൗഹീദ്, ഇസ്ലാമിക സമൂഹത്തിന്റെ തൗഹീദ് പഴിച്ചു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഞാൻ ചോദിക്കുന്നു, 921 ശേഷം നിങ്ങൾ വന്നിട്ട് ഈ മുസ്ലിമീങ്ങളെ കാഫിറാക്കാൻ എന്തായിരുന്നു കേരളത്തിലെ മുസ്ലിമീങ്ങൾ ചെയ്ത തെറ്റ്? അതുണ്ട് ഉസ്താദെ, നിങ്ങൾ മങ്കൂസ് മൗലിദ് ഓതല്ലേ? അതന്നെയാണ് പ്രശ്നം. ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അസ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. അതാണ് നിങ്ങളെ തൗഹീദിൽ പഴിച്ചു എന്ന് ഞങ്ങൾ പറയാനുള്ള കാരണം. ഇതല്ലേ? ഇത് നമ്മളൊരു ഓപ്പറേഷൻ ചെയ്യാൻ പോവാണ്. അതിന്റെ ഇടയ്ക്ക് ആ ബൈത്ത് ബാലുശ്ശേരി ഒന്ന് പാടുന്നുണ്ട്. ഫുള്ള് തെറ്റാണ്, എന്നാലും നമ്മളൊന്ന് സഹിച്ചിരിക്കുക. കാരണം അയാൾ പറയട്ടെ എന്താണ് അതിന്റെ കുഴപ്പം. മുജാഹിദ് ബാലുശ്ശേരി ഇർതകബ്തു എന്ന് ചൊല്ലാൻ പോവാണ്. ഞാൻ ചൊല്ലു ബാലുശ്ശേരി. മങ്കൂസിലൂടെ ഇർതകബ്തുലൂടെ ചെല്ലുന്നത് ഇതാണല്ലോ. ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രി വഅദദ് ലക അശ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. പാപമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി, അങ്ങയോട് ന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. ഇതിന് ഏത് ഖുർആനിക വചനാ തെളിവ്? അപ്പൊ പറയും വലൗ അന്നഹും. അങ്ങനെ ഒരു ആയത്ത് തന്നെ ഖുർആനിലില്ല. ഞെട്ടിയോ? വലൗ അന്നഹും എന്ന് തുടങ്ങുന്ന ആയത്ത് ഖുർആനിലില്ല. അതിനാ ഖുർആൻ എടുത്ത് നോക്കണം. ഖുർആൻ എടുത്ത് നോക്കാതെ ഞാൻ അതൊന്നും കിട്ടൂല. അപ്പോ നിങ്ങൾ ചിന്തിക്കണം, ഇതെന്താ സംഗതി എന്നറിയാം. എന്നെ ഹക്ക് ഞാൻ പറഞ്ഞു. കുറെ ആളുകൾ മുജാഹിദിലേക്ക് വന്നത് സ്വർഗം കിട്ടാനെന്ന് വിചാരിച്ചിട്ടാകാം, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയിൽ പ്രവർത്തിച്ച ആ കാരണത്താലാവാം. കാരണം അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്നല്ലേ ഉസ്താദെ മുജാഹിദ് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ മുജാഹിദായത്. ഇപ്പൊ പിന്നെ മുജാഹിദ് ആളുകൾ ഇളകുന്നത് എന്തുകൊണ്ടാ? കുറെ ആളുകൾ തിരുവനന്തപുരത്തും പല സ്ഥലത്തും വന്നത് എന്തുകൊണ്ടാ? അപ്പൊ ഇവർക്ക് പ്രാർത്ഥന എന്താണെന്നില്ല ഇവർ തന്നെ പ്രശ്നമായി. മനസ്സിലാക്കണം. അപ്പൊ പിന്നെന്ത് ചെയ്തു? ഈ മാറുന്ന തൗഹീദിന് ഞങ്ങളില്ല എന്ന് മുജാഹിദ് അണികൾ ആകെ കൺഫ്യൂഷനായി അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്ക്, എന്താ സംഗതി എന്നറിയോ? മുജാഹിദ് മൗലവിമാരെ ക്ലാസ് മാത്രമേ ഇവർ കേൾക്കുള്ളൂ. ആര്? ഈ മുജാഹിദ് പ്രവർത്തകർ, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ. അവരിങ്ങനെ ഓതിയിട്ട് അതിന്റെ ഗൗരവം ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇതാ ആദ്യം ഒരു കളവ്, സുന്നികളല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം. പിന്നെ അതൊന്ന് പഠിക്കാൻ തയ്യാറാകോ? ഇല്ല. സക്കരിയ സലാഹി തന്നെ പുതിയ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, നമ്മളെ മുജാഹിദീങ്ങൾ ഒരു പ്രത്യേകത തന്നെ ആദ്യം ഉള്ളത് ഇങ്ങനെ വെക്കുക എന്നല്ലാതെ പിന്നെ നമ്മൾ പഠിക്കണ ഏർപ്പാടില്ല എന്നാ. മുജാഹിദിന്റെ കൂട്ടത്തിൽ തീരെ പഠിക്കാത്തവരുണ്ട്. അതൊന്ന് കേട്ടു നോക്കി നിങ്ങൾ പറയുന്നത്. ഒന്നും പഠിക്കാത്ത ചില ആളുകൾ മുജാഹിദുകളിലുണ്ട്. നമ്മളൊക്കെ വിചാരം നല്ല ബുദ്ധിക്കും ചിന്തക്കും അങ്ങേയറ്റം പ്രാധാന്യം കൽപ്പിക്കുന്ന ചിന്തോദ്ദീപകമായ ആദർശം മാത്രം ജനങ്ങളിൽ പ്രചരിപ്പിക്കുന്ന, അറിവിന്റെയും തെളിവിന്റെയും അടിസ്ഥാനത്തിൽ മാത്രം നിലകൊള്ളുന്ന പ്രസ്ഥാനം എന്നൊക്കെയാണെങ്കിലും നമ്മളെ പല ആളുകളെ ശരിപ്പം എന്തായാലും ഒന്നും പഠിക്കൂല എന്ന് മാത്രല്ല ഒരു തരം തഖലീദ്. അപ്പോ അയ്യപ്പെട്ടതാ ബാലുശ്ശേരി. അതുകൊണ്ടാ വലുവന്നും എന്ന് തുടങ്ങുന്ന ആയത്ത് ഖുർആനിൽ ഇല്ല എന്ന് അയാൾ പറയുന്നത്. 5 ആയത്തെങ്കിലും ഖുർആനിലുണ്ടോ? നിങ്ങൾ എടുത്തു നോക്ക്. ഞാൻ പറയുന്നത് അതിങ്ങനെ പാടി നടക്കും. തത്ത എന്ന് പറയുന്ന ജീവില്ലേ, തത്തമ്മയെ പൂച്ച എന്ന് പറയുന്ന പോലെ പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്ന് പറഞ്ഞു. ഞങ്ങൾ പറയും നിങ്ങളതൊരു പഠന വിധേയമാക്കണം. എന്താണ് ഇസ്ലാമിലെ പ്രാർത്ഥന? എന്താണ് ശിർക്ക്? എന്താണ് തൗഹീദ്? ഇസ്ലാം പറയുന്ന തൗഹീദ് എന്താണ്? അത് നിങ്ങളൊന്ന് പഠന വിധേയമാക്കൂ. വിഷയം വളരെ പെട്ടെന്ന് മനസ്സിലാവും. സത്യത്തിൽ ഇനി ഒരു രഹസ്യം കൂടി ഞാൻ പറഞ്ഞിട്ട് ഞാനത് വിശദീകരിച്ചു തരാം. അതെന്താണ്? മുജാഹിദുകൾ ഇത്ര കാലവും ഒരു കാര്യം തൗഹീദാണെന്ന് അല്ലെങ്കിൽ ശിർക്കാണെന്ന് തീരുമാനിച്ചത്
പലപ്പോഴും പ്രമാണങ്ങൾ നോക്കിയിട്ടല്ല. അങ്ങനെ നോക്കിയിട്ടല്ല, നേതാക്കൾ യോഗം ചേർന്ന് തീരുമാനിക്കും, അത് അണികൾ ഏറ്റുപിടിക്കും. എന്നിട്ട് അവരിങ്ങനെ പറഞ്ഞു നടക്കും, ഉസ്താദെ പ്രാർത്ഥന അള്ളാഹിനോട് മാത്രട്ടോ, ഇതാ ഞങ്ങൾ പറയുന്നത്. ശിർക്ക് ചെയ്യാൻ പാടില്ല ഉസ്താദെ, ആരാധന അള്ളാഹ്ക്ക്, ഇതിങ്ങനെ പറയും. പക്ഷേ ആ മൗലവിമാര് യോഗം കൂടി ചേർന്ന് തീരുമാനിച്ചതിന്റെ അപ്പുറം ഈ പറഞ്ഞ മുജാഹിദ് പ്രവർത്തകർക്ക് ഇവർ ഒരു വിവരവും നൽകുന്നില്ല. ഇൻഷാ അല്ലാഹ് ഞാനത് മുജാഹിദുകൾ പറയുന്നതന്നെ ഞാൻ കേൾപ്പിക്കും. നിങ്ങൾ ചിന്തിക്കണം, മുജാഹിദുകൾ തന്നെ ഹനീഫ് കായക്കൊടിയോടും അനസിനോടും മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ ഞങ്ങളെ വഞ്ചിക്കുകയായിരുന്നു, നിങ്ങൾ ഇത്ര കാലവും അണികളായ ഞങ്ങളെ വഞ്ചിച്ചു, ഇപ്പോൾ ഞങ്ങൾക്കത് ബോധ്യമായിട്ടുണ്ട് എന്ന് നേതാക്കളെ മുന്നിലിട്ടുകൊണ്ട് അണികൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ നേരെ കേൾപ്പിക്കാൻ പോവാണ്. നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചോളൂ. ഞങ്ങൾ ഈ പറയുന്നത് അണികളെ, മുജാഹിദ് പ്രവർത്തകരെ നിങ്ങളെ ഇവര് വഞ്ചിക്കുകയായിരുന്നു. പണ്ട് പേരോട് ഉസ്താദ് പ്രസംഗിച്ചപ്പോ, AP ഉസ്താദ് വഅള് പറഞ്ഞപ്പോ, ഹസൻ മുസ്ലിയാരി നബ്ബറല്ലാഹു മർഖദ വഅള് പറഞ്ഞപ്പോ പറഞ്ഞു, മുജാഹിദുകൾ ശിർക്കും തൗഹീദും തീരുമാനിക്കൽ യോഗം കൂടിയിട്ടാണ്. അന്നിവര് പറഞ്ഞു അതൊക്കെ വെറുതെ സുന്നികൾ പറയാണ്. ഇപ്പൊ സക്കരിയ സ്വലായി വിളിച്ചു പറഞ്ഞില്ലേ അത്? ഇല്ലേ? അയാൾ പറഞ്ഞു യാ ഇബാദല്ലാഹി അഈനൂനി എന്നൊരു ഹദീസ്, ഞാൻ വരുന്നുണ്ട് അതിലേക്ക്. ഇന്ന് മുജാഹിദുകളെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഹദീസ്. ഈ ഹദീസ് എങ്ങനെയാണ് ശിർക്കാണ് എന്ന് ഇവർ തീരുമാനിച്ചത്? സക്കരിയ സ്വലായി പറയുന്നത്, നമ്മുടെ കോഴിക്കോട് CD ടവർ എന്ന ഇവരുടെ ആസ്ഥാനത്തിൽ മീറ്റിംഗ് ചേർന്നു. മീറ്റിംഗിൽ ഒരാൾ എഴുന്നേറ്റ് ചോദിക്കാണ്, അല്ല ഇത് ശിർക്കാണ് അഭിപ്രായമുള്ള എത്ര ആളുണ്ട്? നിങ്ങൾ ചിന്തിക്കണം, നമ്മളെ പള്ളി കമ്മിറ്റിയുടെ മീറ്റിംഗ് കൂടിയിട്ട് വെള്ളിയാഴ്ച ചർച്ച ചെയ്യാണ്, പള്ളിപ്പറമ്പിലെ പുല്ല് ലേലം ചെയ്യണോ വേണ്ടേ? അപ്പൊ 10 ആളുള്ള കമ്മിറ്റിയിൽ 6 ആളും പറഞ്ഞു ഇക്കൊല്ലം ലേലം ചെയ്യണം. അപ്പൊ പാസാക്കി ലേലം ചെയ്യാം. ഇതേ ലാഘവത്തോടെ ഒരു ഹദീസിൽ പരാമർശിച്ച വചനം ശിർക്കാണോ അല്ലേ എന്ന് തീരുമാനിക്കാൻ കോഴിക്കോട് CD ടവറിൽ മീറ്റിംഗ് കൂടിയിട്ട് ഭൂരിപക്ഷം നോക്കിയാണത്രേ അന്നത് ശിർക്കാണെന്ന് തീരുമാനിച്ചത്. ഇത് ഞങ്ങൾ പറയുന്നതല്ല, അതിൽ നിന്ന് ഇറങ്ങിപ്പോന്ന സക്കരിയ സ്വലായി പറയുന്നത്. ചിന്തിക്കാൻ സമയമായില്ലേ? ഖബറിൽ പോകണ്ടേ? മർറബ്ബുക എന്ന ചോദ്യം അവിടെ ഇല്ലേ? കേട്ടോളൂ ഇയാൾ പറയുന്നത്. അത് പറയാതിരുന്ന ഞങ്ങൾ കുറ്റക്കാരല്ലേ? ഇയാൾ ചെയ്തത് അത്. എന്നിട്ട് ഭൂരിപക്ഷം ഉണ്ടാക്കിയത് എങ്ങനെയാണ്? ദൗറ മുനീർ മദനി വിളിച്ചു, സക്കരിയ സ്വലാഹി യാ ഇബാദല്ലാഹി അഈനൂനി ഒരു ചർച്ച ഉണ്ട്, ഇനി എന്താ പോയി ചർച്ച ചെയ്യുന്നത്? അല്ല നിങ്ങൾ വരണം, നിങ്ങൾ വിശ്വാസത്തിരിക്കും. ഞാൻ എന്തിനാ വിശ്വാസത്തിരിപ്പിക്കണു? ജബ്ബാറുലിനെ വിളിച്ചതാണ്. കാരണം ഞമ്മക്ക് എന്താ ഇജ്ജ് എന്തിനാ ചർച്ച? കള്ളപ്രചരണം നടത്തി, ശിർക്കാരോപണം നടത്തി, അധികാരം പിടിച്ചിട്ട് പിന്നെ ചർച്ച. ഞാൻ വരൂലായിരുന്നു, ഞാൻ പോയില്ല. അബൂബക്കർ സലീമിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ കുറച്ച് ആളുകൾ വിളിച്ചു. എന്നിട്ട് ഒന്നാമത്തെ ചർച്ച കഴിഞ്ഞു. ഒന്നാമത്തെ ചർച്ചയിൽ അത് ശിർക്കാണെന്ന് പറയാൻ കുറച്ച് ആളുകളും ശിർക്കാണെന്ന് പറയാൻ പറ്റൂല എന്ന് ഒരാൾ. അപ്പോൾ അയാൾ അവസാനം കഴിച്ചു, ശിർക്കാന്ന് പറഞ്ഞാൽ ആർക്കെ 1, 2, 3 എണ്ണി. അപ്പോൾ ശിർക്കാന്ന് പറഞ്ഞാലാണ് അധികം. ഇങ്ങനെ ഭൂരിപക്ഷം തീരുമാനിക്കുക. അടുത്ത ചർച്ച കേട്ടിട്ട് നമ്മളെ ചില ആളുകളൊക്കെ പോയി. നമ്മളെ ഉമർ മൗലവിയുടെ മകൻ മുബാറക്ക് പോയി, റഊഫ് നദ്വി ജാമ്യയിൽ അധ്യാപകനായിരുന്ന അദ്ദേഹം പോയി. പക്ഷേ കയറ്റിയിരുത്തിയില്ല. കയറ്റിയിരുത്തിയാ ഭൂരിപക്ഷം പോവും. നിലവിടെ ഭൂരിപക്ഷം അനുസരിച്ച് ശിർക്കാന്ന് തീരുമാനിച്ചു വെച്ചതാ. അതിനിപ്പോ ശിർക്കല്ലാന്ന് അഭിപ്രായമുള്ള ഒരു കാര്യം വന്ന് എന്ത് ചെയ്തു? തൗഹീദായി മാറും. ഇനി ഞാൻ ചോദിച്ചോട്ടെ മുസ്ലിമേ, യോഗം കൂടിയിട്ട് തീരുമാനിക്കേണ്ടതാണോ ശിർക്കും തൗഹീദും? പരലോകത്തിൽ പോകണ്ടേ? അവിടെ തുലാസ് ഇല്ലേ? അവിടെ ഫരീഖും ഫിൽ ജന്നതി വഫരീഖും ഫിസ് സഈർ എന്ന് പറയുന്ന സ്വർഗവും നരകവും ഇല്ലേ? ഈ യോഗം കൂടി തീരുമാനിച്ച തൗഹീദുമായി നിങ്ങൾ ചെന്നാൽ അല്ലാഹു നിങ്ങളെ വിടുമോ? എല്ലാം കളിയും തമാശയാണത്രേ. എത്രത്തോളം അറിയോ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിലുള്ള പലരും നേതൃനിരയിലേക്ക് എത്തിയത് അർഹിച്ച രൂപത്തിലല്ല എന്നാണ് ഇപ്പൊ സക്കരിയ സ്വലായി പറയുന്നത്. KV അബ്ദുൽ ലത്തീഫ് മൗലവി എന്ന ഒരാളങ്ങൾ കേട്ടിട്ടില്ലേ? അയാൾ മുജാഹിദിന്റെ നേതാവായത് സക്കരിയ സ്വലായി പറഞ്ഞു അയാളെ തിരികെ കയറ്റിയതാണ്. ഇതാണ് ഞങ്ങൾ പറഞ്ഞതല്ല. നിങ്ങൾ ചിന്തിക്കണം, KV ഒക്കെ അധികാരത്തിന് വേണ്ടിയാണത്രേ. എന്ത് ആശയം? ആദർശമില്ല, ആശയമില്ല. വെറുതെ ആയത്തോതി ജനങ്ങളെ വഴിപേപ്പിച്ചു. മടങ്ങാൻ സമയമായി. അതാ ഞങ്ങൾ പറയുന്നത്, KV അബ്ദുൽ ലത്തീഫ് മൗലവിയെ TP അബ്ദുള്ള കോയ മദനി പിടിവാശി വാശി പിടിച്ചിട്ട് അവസാനം തിരികെ കയറ്റിയതാണ് അയാളെ. അർഹമായ രൂപത്തിൽ സംഘടനയിലേക്ക് വന്ന ആളല്ല KV അബ്ദുൽ ലത്തീഫ് മൗലവി എന്ന് സക്കരിയ സ്വലായി പറയുന്ന ഭാഗം കൂടി നിങ്ങൾ കേട്ടോളൂ. പറഞ്ഞു
അദ്ദേഹത്തെ എടുക്കാന്ന് ഞാനൊരു വസിയത്ത് പോലെ പറഞ്ഞതാണ്. ഒരു സാധാരണ പ്രവർത്തനം എണീറ്റും ചോദിച്ചു, ഇത് ടീപ്പിന്റെ തറവാട്ട് സ്വത്താണോ? ടീപ്പി അത് കേൾക്കേണ്ടി വന്നില്ലേ? എന്തിനാ അത്? KV അബ്ദുൽ ലത്തീഫ് മൗലവിയെ വസിയത്തായി കൊണ്ടുവന്നിട്ട് കിടന്ന് ടീപ്പിക്ക് ഒരു വാശി. അങ്ങനെ അവസാനം തെരഞ്ഞെടുപ്പ് ബഹളമായി നിർത്തിവെച്ചാൽ എന്താ വേണ്ടത്? പല പോലീസ് പ്രൊട്ടക്ഷനിലും പിന്നെ തെരഞ്ഞെടുപ്പ് നടത്തല്ലേ വേണ്ടത്? അതിന് പകരം സമവായം ഉണ്ടാക്കിയിട്ട് ചുളിവിലൂടെ ഭരണഘടനാ വിരുദ്ധമായി തിരികെ കയറ്റിയതാണ് KVനെയും വേറൊന്ന് രണ്ടാളെയും. കണ്ടോ? ഇതൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലുണ്ടോ? അപ്പൊ അന്യായമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കൗൺസിലാണ് ഇന്നിപ്പോ നിലവിലുള്ളത്, ഭരണഘടനാനുസൃതമായി തെരഞ്ഞെടുക്കപ്പെട്ടതല്ല. അപ്പോ തൗഹീദ് തന്നെ ശരിയല്ല, പിന്നെ ഭരണഘടനാപരമായി തെരഞ്ഞെടുക്കപ്പെട്ട നേതൃത്വമല്ല. തൗഹീദ് തന്നെ പിന്നെ ഇങ്ങനെ തിരികെ കയറ്റുന്നവർക്ക് പിന്നെ നേതാക്കളായിട്ട് ഇങ്ങനെ ഒരു വ്യത്യാസമുള്ള കാര്യമല്ലല്ലോ. നിങ്ങൾ ചിന്തിക്ക്, എന്തുകൊണ്ടായിരുന്നു നിങ്ങൾ നന്നായി മനസ്സിലാക്കി ഇങ്ങനെ ഒരു ഗതികേടിലേക്ക് മുജാഹിദ് പ്രസ്ഥാനം വന്നത്? ഒരൊറ്റ കാരണേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അതെന്താണെന്നറിയോ? തൗഹീദ് എന്ന് പറയുന്നത്, ശിർക്ക് എന്ന് പറയുന്നത്, പ്രാർത്ഥന എന്ന് പറയുന്നത് ഇസ്ലാമിക ശരീഅത്ത് പ്രയോഗിച്ച ചില പ്രയോഗങ്ങളാണ്. അതിന് നിർവചനം നൽകേണ്ടതും അതിന്റെ ഉദ്ദേശം പറയേണ്ടതും ഏതെങ്കിലും ആളുകളല്ല. അത് അല്ലാഹുവും റസൂലും അത് പഠിച്ച പണ്ഡിതന്മാരും പറയേണ്ടതാണ്. അതിന്റെ അപ്പുറത്തേക്ക് സ്വയം തൗഹീദും ശിർക്കും നിർമ്മിച്ച് ലോക മുസ്ലിമീങ്ങളെ കാഫിറാക്കിയതിന് അല്ലാഹുവിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും കേട്ടോ. മുജാഹിദിന്റെ തൗഹീദ് ഓരോ വർഷവും മാറുന്ന തൗഹീദാ. ഇത് ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ല. മുജാഹിദിന്റെ തൗഹീദിന്റെ പേര് നിങ്ങൾ കേട്ടോ, തൗഹീദ് 2012 അത്രേ. നിങ്ങൾ മനസ്സിലാക്കണം, ശിർക്ക് 2012 എന്നാ വേറൊരു മൗലവി പറഞ്ഞത്. അപ്പൊ ഇനിയിപ്പോ ഒരു മാസം കൂടി കഴിഞ്ഞാൽ മോഡൽ മാറും. അതിന്റെ പേരെന്തായിരിക്കും? തൗഹീദ് 2013. ഞങ്ങൾ പറയുന്നത് അങ്ങനെ ഒരു തൗഹീദ് ഇസ്ലാമിന് പരിചയമില്ല. ഇസ്ലാം പറയുന്ന തൗഹീദ് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂൽ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ഞാനല്ലാതെ ആരാധനക്കർഹനില്ല എന്ന സന്ദേശം പഠിപ്പിക്കാതെ ഒരൊറ്റ നബിയെയും നമ്മൾ പറഞ്ഞയച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ. സഹോദരന്മാരെ, അലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ തൗഹീദില്ലേ, തൗഹീദിന്റെ വചനമില്ലേ, അത് കൊല്ലം കൊല്ലം മാറുന്ന തൗഹീദല്ല. അതേ സമയത്ത് തൗഹീദിനും ശിർക്കിനും ഇല്ലാത്ത അർത്ഥം നൽകിയതാണ് യഥാർത്ഥത്തിൽ മുജാഹിദുകൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. അതും കൂടി സക്കരിയ സ്വലാഹി പറഞ്ഞിട്ട് ഞാൻ ഇവരുടെ തൗഹീദിന്റെ നിർവചനത്തിലേക്ക് വരികയാണ്. ശരിക്കും നിങ്ങൾ ചിന്തിക്കണം, വിഷയത്തിന്റെ മർമ്മത്തിലാണ് നമ്മൾ പിടിച്ചിട്ടുള്ളത്. ഞങ്ങൾ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മണികളെ വഞ്ചിച്ച് ഇപ്പോൾ അതേ പ്രാർത്ഥനയിൽ തന്നെ നിങ്ങൾ കുടുങ്ങി എന്നത് ലോകം നിങ്ങൾക്ക് തന്ന മറുപടിയാണ്. കണ്ടോളൂ, സക്കരിയ സ്വലാഹി പറയുന്നത് തൗഹീദ് 2012. അതാണ് നമ്മുടെ പണ്ഡിത സംഘടന പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കേട്ടോളൂ. അപ്പൊ ഇങ്ങനെ പച്ചയായ കളവ് സംഘടനയിൽപ്പെട്ട ആളുകൾ പറയാ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാവുന്നതിൽ ഏറ്റവും വലിയ ആരോപണമാണ്, സഹിക്കാൻ കഴിയാത്ത ആരോപണമാണിത്, അല്ലേ? ഒരാൾ വ്യഭിചാരത്തിലേക്ക് പോയി, മോഷണത്തിലേക്ക് പോയി എന്നൊക്കെ പറയുന്നതിനേക്കാളൊക്കെ എത്രയോ ഗുരുതരമാണ് ശിർക്കിലേക്ക് പോയി എന്ന് പറയുന്നത്. ആ കടുത്ത ആരോപണമാണ് യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളെ പത്രങ്ങളിൽ പോയി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇപ്പോൾ ശിർക്കിലേക്കുള്ള ഒരു ഒഴുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാരായ പ്രസംഗകരും പ്രവർത്തകരും വിദ്യാർത്ഥികളും ഒക്കെ ഈ ശിർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുവെന്ന് നേതാക്കൾ സ്റ്റേജ് കെട്ടി സാധാരണക്കാരെ വിളിച്ചുകൂട്ടി പറയുന്ന അത്യന്തം ഗുരുതരമായ ലജ്ജാവഹമായ ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിലനിൽക്കുന്നത്. വാസ്തവം എന്താണെന്നറിയോ? ഈ മൂവർ സംഘം ഒരു പുതിയ തൗഹീദ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ തൗഹീദ് 2012 എന്നാണ് ഇപ്പോൾ എതിരാളികളും നമ്മളൊക്കെ അതിനെപ്പറ്റി പറയുന്നത്. 2012 ഇലക്ഷനോടനുബന്ധിച്ച് ഇതുവരെ ശിർക്കല്ല എന്ന് പറഞ്ഞിരുന്നൊരു കാര്യം ഇനി മുതൽ ശിർക്കാണ് എന്ന് പറഞ്ഞ് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു പഠിപ്പിച്ചു. തത്തമ്മേ പൂച്ച എന്നതുപോലെ അനീഫ് കായക്കൊടിയും മനസ്സും അതങ്ങനെ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ ഞങ്ങളൊക്കെ മാറ്റി പറയണമെന്നാണ് പറയുന്നത്. എന്നിട്ടോ അവർ പോയി ഇടവണ്ണയിൽ പോയി തൗബ ചെയ്തത്രേ, കരഞ്ഞത്രേ. അവർ രണ്ടുപേര് കരഞ്ഞാ തീരുന്നതാണോ ഈ പ്രശ്നം? അല്ല, നമ്മളൊക്കെ കരയണം, നിങ്ങളെല്ലാരും കരയേണ്ടി വരും.
കാരണം വല്ലാത്ത ഒരു അപരാധമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ഒരാൾക്ക് ചായ കള്ളാന്ന് പറയണം. എങ്ങനെ? ചായനെ കള്ളാക്കിയിട്ട് ചായ കുടിക്കുന്നവനെ കള്ളുകുടിയനാക്കണം. അതിനയാൾ ആദ്യം ചെയ്ത വിദ്യ എന്താണെന്നറിയൂ? കള്ള് എന്ന് പറഞ്ഞാൽ എന്താ? അയാളുടെ വകയിൽ ഒരു നിർവചനം അയാൾ നിർമ്മിച്ചുണ്ടാക്കുന്നു. ശരിക്കും ചിന്തിക്കണം. എന്നിട്ട് അയാൾ പറഞ്ഞു, കള്ള് എന്ന് പറഞ്ഞാൽ എല്ലാ മധുരമുള്ള വെള്ളത്തിനും പറയുന്ന പേരാകുന്നു. ഒരു ഉദാഹരണം പറയാണ്. അയാൾ ആദ്യം ചെയ്ത പണിയതാ. കള്ളി എന്ന് പറഞ്ഞാൽ മധുരമുള്ള വെള്ളത്തിനൊക്കെ പറയും. എന്നിട്ട് അയാൾ അടുത്ത പ്രസംഗം, അപ്പോൾ ചായ കള്ളാകുന്നു, മധുരമുള്ള ചായ കള്ളാകുന്നു, മധുരമുള്ള ജ്യൂസ് കള്ളാകുന്നു, മധുരമുള്ള പാല് കള്ളാകുന്നു. കാരണം അയാളൊരു അടിത്തറ അവിടെ ഉണ്ടാക്കി വെച്ചു. എന്ത്? എല്ലാ മധുരമുള്ള വെള്ളത്തിനും പറയുന്ന പേരാണ് കള്ള്. ഇതാരുണ്ടാക്കി? ഇതയാളുണ്ടാക്കി. ഇതേപോലെ നമ്മൾ ശിർക്ക് ചെയ്യുന്നു എന്ന് വരുത്താൻ ആദ്യം ചെയ്ത പണി ആരാധന, ശിർക്ക്, പ്രാർത്ഥന, ഇതിന്റെ നിർവചനത്തിൽ മാറ്റം വരുത്തി. ഞാൻ വായിക്കുന്നു, ശരിക്ക് കേട്ടോ. എന്താണ് ഇസ്ലാമിന്റെ തൗഹീദ് എന്ന് പറയുന്നതിന് മുമ്പ് വഹാബി 921 വഹാബിന്റെ തൗഹീദാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. ഉമർ മൗലവിയുടെ പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിക്കുന്നു. ഫാത്തിഹയുടെ തീരത്ത് എന്ന പുസ്തകത്തിന്റെ 91-ാമത്തെ പേജ്. അതിൽ കേട്ടോളൂ പറയുന്നത്, അദൃശ്യമാർഗത്തിൽ ഗുണം ആശിക്കുകയോ ദോഷം ഭയപ്പെടുകയോ ചെയ്തുകൊണ്ട് താഴ്മ കാണിക്കലാണ് ആരാധന. എങ്ങനെ? എല്ലാ മധുരമുള്ള വെള്ളവും കള്ളാകുന്നു എന്ന് പറഞ്ഞില്ലേ മറ്റയാള്? ഇതുപോലെ ഈ ഉമർ മൗലവി ആരാധനയ്ക്ക് ഇല്ലാത്ത ഒരു നിർവചനം പടച്ചുണ്ടാക്കി. അതെന്താണ്? അദൃശ്യമാർഗത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത രൂപത്തിൽ ഗുണം ആശിക്കുകയോ ദോഷം ഭയപ്പെടുകയോ ചെയ്തുകൊണ്ട് താഴ്മ കാണിക്കലാണ് ആരാധന. അപ്പൊ രണ്ടും ചെയ്യാൻ പാടില്ല. ഗുണമാശിക്കാനും പാടില്ല, ദോഷം ഭയപ്പെടാനും പാടില്ല, അദൃശ്യമായ മാർഗത്തിലാകുമ്പോ. അപ്പൊ ഞാനൊരു ഉദാഹരണം പറയാ. അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ആസാറ് കൊണ്ട് ബറക്കത്തെടുക്കുന്നു സ്വഹാബികൾ. ഇത് പറ്റോ? ഈ വാദമനുസരിച്ച് പറ്റൂല. കാരണം എന്താണ്? റസൂലുള്ളാഹി തങ്ങളുടെ വിയർപ്പിൽ നിന്ന് ബറക്കത്തെടുക്കുന്ന സ്വഹാബികൾ. പക്ഷേ ശാസ്ത്രീയ നിരീക്ഷണങ്ങൾ കൊണ്ട് ഒരു പക്ഷേ അത് തെളിയിക്കാൻ കഴിയണമെന്നില്ല. അത് അദൃശ്യമാർഗത്തിലൂടെ ഗുണം പ്രതീക്ഷിക്കല. അപ്പൊ ഈ നിർവചനം അനുസരിച്ച് ബറക്കത്തെടുത്ത കാഫിറാവും. അതുപോലെ തന്നെ സംസം വെള്ളം കുടിക്കുക. മാഉ സംസം ലിമാ ശുരിബ ലഹു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സംസം വെള്ളത്തിന്റെ പ്രത്യേകത അത് എന്തിനു കുടിച്ചോ അത് കിട്ടുന്ന ഹദീസിൽ പറഞ്ഞത്. അപ്പൊ ഒരാള് പനി മാറാൻ വേണ്ടി സംസം വെള്ളം കുടിക്കുകയാണ്. പനി എങ്ങനെ സംസം വെള്ളം കുടിച്ചാൽ മാറുക? അതറിയില്ല. അത് അദൃശ്യ മാർഗത്തിലൂടെയാണ് എങ്കിൽ അത് ശിർക്കാണ് എന്നാണ് മൗലവിമാർ പറയുന്നത്. നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ഈ അതുപോലെ മഹാന്മാരോട് സഹായം തേടി, ഔലിയാക്കൾ നമ്മൾ കാണുന്നില്ല, അവരോട് സഹായം തേടി ശിർക്കാണ്. കാരണം അദൃശ്യ മാർഗത്തിലൂടെയുള്ള ഗുണം പ്രതീക്ഷിക്കല.